blessing us, maybe giving us the correct guidance to understand deeper and deeper about the word of God, so that we be blessed and we be enriched in every respect to understand the word and preach the word and have a life as per the word of God. Bless us together. Especially pray for all those who are on the platform and also yet to join. Lord, let this study be an awesome one, that we be experiencing breakthroughs through the learning of the word of God. Bless us together. Thank you for Gihon Theological Seminary and also all those office bearers who have been working behind for this college to be conducted, seminary to be conducted in this manner. Bless us together. In Jesus' name, I do offer this prayer. Amen. സോ പരിശുദ്ധാത്മ സ്നാനം എന്ന് പറയുമ്പോൾ പെന്തക്കോസ്തുകാർ, ക്ലാസിക്കൽ പെന്തക്കോസ്തുകാരുടെ അടിസ്ഥാനപരമായ ഒരു ഉപദേശവും ഇതര ക്രിസ്തീയ സഭകളിൽ നിന്ന് പെന്തക്കോസ് സഭകളെ വ്യത്യസ്തമാക്കുന്നതായ ഒരു കാര്യമാണ് പരിശുദ്ധാത്മ സ്നാനം. അപ്പോസ്തലത്തിൽ 2-ാം അധ്യായത്തിൽ കാണുന്ന പോലെ അന്യഭാഷാ ഭാഷണത്തോടു കൂടിയുള്ള ആത്മസ്നാനത്തെയാണ് ഈ പേരിൽ പെന്തക്കോസ്ത് സഭകൾ ഇതിനെ പരിശുദ്ധാത്മ സ്നാനം എന്ന് വിളിക്കുന്നത്. ഈ അനുഭവം അതിനോട് കൂടെയുള്ള ആത്മശക്തിയുടെ പ്രത്യക്ഷീകരണമാണ് കഴിഞ്ഞ 1.25 നൂറ്റാണ്ട് കൊണ്ട് ലോകത്തെ ആകമാനം കീഴ്മ മറിച്ചതാണ്ട് 50 കോടിയിലധികം പെന്തക്കോസ്തുകാർ അഭിഷേകം പ്രാപിച്ചവർ ഭൂമിയിൽ ഉണ്ടാകുവാൻ തക്കാണ്. ഏതാണ്ട് 35 കോടിയിലധികം പെന്തക്കോസ്തുകാർ ലോകത്തിൽ ഉണ്ടാകാൻ തക്കണം. 1.5 നൂറ്റാണ്ട് കൊണ്ട് അത്ര ശക്തമായ വ്യാപകമായ ഒരു ദൈവപ്രവൃത്തി നടക്കുവാനിടയായത് പെന്തക്കോസ്തിന്റെ ശക്തി നിമിത്തമാണ്. എന്താണ് പരിശുദ്ധാത്മ സ്നാനം? ഈ അനുഭവത്തെ പരിശുദ്ധാത്മാവ് കൊണ്ടുള്ള സ്നാനം എന്ന് ആളുകൾ വിളിക്കാറുണ്ട്. പരിശുദ്ധാത്മാവ് കൊണ്ടുള്ള സ്നാനം. ഓക്കെ, അപ്പോസ്തലപ്രവൃത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം, മർക്കോസ് 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം, മത്തായി സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം. സോ Acts 1:5, Mark 1:8, Matthew 3:16. സ്നാനം സാധാരണ നിമജ്ഞനമാകയാൽ ഒരു വ്യക്തി പരിശുദ്ധാത്മാവിൽ നിമജ്ഞനം ചെയ്യപ്പെടുന്ന അനുഭവത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഞാൻ നിങ്ങളോട് ഇതിനു മുമ്പ് പറഞ്ഞോന്ന് എനിക്കറിയത്തില്ല. പരിശുദ്ധാത്മാവിന്റെ വ്യത്യസ്ത പ്രവർത്തികളുണ്ട്. നമ്മൾ പരിശുദ്ധാത്മാവിനെ കുറിച്ചൊരു ക്ലാസ് കഴിഞ്ഞിരുന്നല്ലോ. ബലത്തിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക, പരിശുദ്ധാത്മാവിന്റെ ഇൻഡ്വെല്ലിംഗ് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ഉള്ളിൽ വസിക്കുക, പരിശുദ്ധാത്മ സ്നാനം, പരിശുദ്ധാത്മ അഭിഷേകം എന്നൊക്കെ നമ്മൾ മാറി മാറി പറയുമ്പോൾ ഇതിനൊക്കെ വ്യത്യസ്തമായ അർത്ഥതലങ്ങളുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഞാൻ പറയുന്ന അഭിഷേകം എന്നൊക്കെ പറയുന്ന പഴയ നിയമ കോണ്ടസ്റ്റിന്റെ പശ്ചാത്തലത്തിൽ എടുത്താൽ ഒരു പ്രത്യേക നിയോഗം നൽകി ഒരാളിനെ അയക്കുന്നതിനാണ്. സത്യത്തിൽ പഴയ നിയമത്തിൽ രാജക്കന്മാരെയും പുരോഹിതന്മാരെയും പ്രവാചകന്മാരെയും എന്ത് ചെയ്യുമായിരുന്നു? അഭിഷേകം ചെയ്യുമായിരുന്നു. ദാറ്റ് മീൻസ് they have been chosen and appointed to do something else. അവരെ തെരഞ്ഞെടുത്ത് ചില കാര്യം ചെയ്യാൻ വേണ്ടി അവരെ ഭരമേൽപ്പിച്ച് അയക്കുന്ന നിയോഗത്തെയാണ് അത് കാണിക്കുന്നത്. ഇന്നും ആ അർത്ഥത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ പരിശുദ്ധാത്മ സ്നാനം എന്ന് പറയുമ്പോൾ അതിനൊരു ഇംപ്ലിക്കേഷൻ, സ്നാനത്തിന്റെ ഒരു തലമുണ്ട്. ഈ പരിശുദ്ധാത്മാ നിറവെന്ന് പറയുന്നത് ഇത്രയും വ്യത്യസ്തമാണ്. അപ്പോൾ പൗലോസ് പറയുന്ന ഒരു പ്രയോഗമുണ്ട് എഫെസ്യ ലേഖനത്തിൽ, വീഞ്ഞു കുടിച്ച് മത്തരാകുന്നത്. അതിനാൽ ആരെങ്കിലൊക്കെ ഒന്ന് പറ, 5-ാം അധ്യായത്തിന് 18-ാം വാക്യം കണ്ടാണെന്ന് എന്റെ ഓർമ്മ. വീഞ്ഞു കുടിച്ച് അൺമ്യൂട്ട് ചെയ്തിട്ടൊക്കെ പറ. വീഞ്ഞു കുടിച്ച് അങ്ങനാണോ വാക്യം? ആരോ സോഫിയ കൊള്ളാമല്ലോ. വീഞ്ഞു കുടിച്ച് ദുർനടപ്പുണ്ടാവുന്ന ആര് പറഞ്ഞു? മത്തരാകരുത്. വീഞ്ഞു കുടിച്ച് മത്തരാകരുത്. അത്തരാകരുതെന്നാണ് അവിടെ എഴുതിയേക്കുന്നത്. അതെല്ലാം അസംഷനാണ്. വായിച്ചേ somebody please. നിങ്ങൾക്ക് എത്ര പേർക്ക് വേദോസം? നിങ്ങളെ ക്യാമറയൊക്കെ ഓൺ ചെയ്താട്ടെ. വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ. അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ. അടുത്ത വാക്യം ഇതിന്റെ കൃത്യമാണ്. ആത്മാവ് നിറഞ്ഞവരായി. ലളിതമായി പറഞ്ഞാൽ വീഞ്ഞു കുടിച്ചിട്ടല്ല മത്ത് പിടിക്കേണ്ടത്. പിന്നെ എന്നാ മത്ത് പിടിക്കണം? ആത്മാവിന്റെ നിറവെന്ന് പറയുന്നത് അത് ഓരോ പ്രാവശ്യവും പിന്നെ 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 സംഭവിക്കാന്ന് റിക്കറിങ് ആണ്. അല്ലെ പിന്നെ പൗലോസ് ആത്മാവ് നിറഞ്ഞവരായി എന്ന് പറയുമ്പോൾ പ്ലയോ എന്നുള്ള ഗ്രീക്ക് പദം ഉപയോഗിക്കുന്നിടത്ത്
അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അതായത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. ഗ്രീക്കിലെ പ്രസന്റ് ഇൻഡിക്കേറ്റീവ് ആക്റ്റീവ് ആണ്, ഒരു ഇമ്പരറ്റീവ് ആണ്. പ്രസന്റ് ഇമ്പരറ്റീവ് ആണ്. പ്രസന്റ് ഇമ്പരറ്റീവ് എന്ന് പറഞ്ഞാൽ ദേ ഹാവ് ബീൻ ഡിമാൻഡഡ് ടു കീപ്പ് ഓൺ ബീങ് ഫീൽഡ് വിത്ത്. അതൊരു ഭയങ്കര പ്രയോഗമാണ്. അപ്പം അത് അങ്ങനെയാണെങ്കിൽ അത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ നിറവ് കുറഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട്. പക്ഷെ ഒരാളിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നു എന്ന് പറയുന്നത്, ഇത് രക്ഷിക്കപ്പെടുന്ന ഏതൊരാളുടെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവ് വരുന്നു. അതുകൊണ്ട് ഈ ബാപ്റ്റിസ്റ്റുകാര് അവർക്ക് പരിശുദ്ധാത്മ ഉള്ളവരാന്ന് പറഞ്ഞാൽ അല്ലെന്നൊന്നും ഞാൻ പറയാൻ പാടില്ല. പക്ഷേ പരിശുദ്ധാത്മ സ്നാനവും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവും ഒക്കെ പരിശുദ്ധാത്മാ നിറവും ഒക്കെ അവർക്ക് അത് വ്യത്യസ്തമാണ്, അത് മറ്റേത് ഒന്നാണെന്നുള്ളൊരു ധാരണയിൽ അവർ സങ്കല്പിച്ചു പോവുകയാണെന്നുള്ളതാണ്. കാരണം ഒരാൾ രക്ഷിക്കപ്പെടണമെങ്കിൽ പരിശുദ്ധാത്മ പ്രവർത്തിക്കാതെ കഴിയില്ലല്ലോ. ഒരാളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രവൃത്തി ഇല്ലാതെ ഒരാൾ രക്ഷാന്തരം പ്രാപിക്കാനോ പാപബോധം വരാനോ, കാരണം അങ്ങനെയാണല്ലോ വചനം പറയുന്ന യോഹന്നാൻ സുവിശേഷത്തിൽ അവൻ വന്ന് 16-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ, വേഗം പറഞ്ഞേ, യോഹന്നാൻ 16 സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിൽ വഴി നടത്തുമോ, താൻ സ്വയമായും സംസാരിക്കാതെ പാപത്തെക്കുറിച്ച് നീതിയെക്കുറിച്ച് ന്യായത്തെക്കുറിച്ച് ബോധം വരുത്തുകയും ഒരുപാട് കാര്യം. ഈ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായത്തെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തുമെന്ന, അല്ല ദൈവമക്കൾക്ക് ബോധം വരുത്തുമെന്നല്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ലോകത്തിന്, ലോകമനുഷ്യനെ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുവാൻ തക്കവണ്ണം ഒരു റോൾ ആര് പ്ലേ ചെയ്യുന്നുണ്ട്? പരിശുദ്ധാത്മാവ്. ഒരു വ്യക്തിയുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വരാൻ നടക്കത്തില്ല, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി. ഓക്കെ, ഈ ദൈവിക ത്രിത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മ സ്നാനം എന്നൊക്കെ പറയുമ്പോൾ ദൈവിക ത്രിത്വത്തിൽ മൂന്നാമനായ ദൈവം ആളത്തെ രൂപത്തിൽ ഒരു വ്യക്തിയിൽ സ്ഥിരവാസത്തിനായി ഇറങ്ങി വരുന്ന കാര്യമാണ്. സ്ഥിരവാസത്തിനായി ഇറങ്ങി വരികയാണ്. ഓക്കെ, അത് ശക്തീകരണമാണ്. അത് ആത്മസ്നാനത്തിൽ പ്രാപിക്കുന്ന ഒരു പ്രത്യേക അനുഭവമാണ്. വിവിധ സഭകൾ വ്യത്യസ്ത തലങ്ങളിൽ ഇത് പഠിപ്പിക്കാറുണ്ട്. എന്നാൽ നമ്മുടെ ക്ലാസിക്കൽ പെന്തക്കോസ്ത് സഭകളിൽ മനസ്സിലാക്കുന്നത് വിശ്വാസത്തിൽ ആത്മസ്നാനം മാനസാന്തരാനുഭവത്തിൽ നിന്ന് വ്യത്യസ്തമായി അതിനുശേഷം ലഭിക്കുന്ന വ്യക്തമായ ഒരു അനുഭവവും പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രത്യേക ശാക്തീകരണമായും വിശ്വസിക്കുന്നു. ഒരാൾ രക്ഷിക്കപ്പെടുവാൻ തക്കണം അയാളിലേക്ക് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്ന ആ പ്രവൃത്തിക്ക് അപ്പുറം അയാൾ പ്രത്യേകമായി ശക്തീകരിക്കപ്പെടുന്ന. ഇപ്പൊ പൗലോസിന്റെ ഒരു പ്രയോഗം കൊണ്ട് എഫെസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം, ഒടുവിൽ ഫൈനലി ബ്രദറൻ ബി സ്ട്രോങ് ഇൻ ഹിം ആൻഡ് ദ പവർ ഓഫ് ഹിസ് മൈൻഡ്, അല്ലെ? അപ്പം അത് എഫെസ്യ സഭയിലാണ് പറയുന്നത്. അപ്പൊ ആ ദൈവശക്തിയിൽ എന്ത് ചെയ്യണം? ശക്തിപ്പെടണം. അതുപോലെ തന്നെ എഫെസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നു, അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങളുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണം. അപ്പോൾ അകത്തെ മനുഷ്യൻ ശക്തിപ്പെടണം, അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടണം. അപ്പം ഇത് ഒരു പ്രത്യേക വിഷയമാണ്. പഴയ നിയമത്തിൽ നമുക്ക് പരിശുദ്ധാത്മാവിനെ കുറിച്ച് അറിയാം, പുതിയ നിയമത്തിലും അതുപോലെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. അപ്പോസ്തലർ 2:1-4 വരെ വായിക്കുമ്പോൾ ഇതൊരു വാഗ്ദത്ത നിവൃത്തിയാണെന്ന് വായിക്കാം. പെന്തക്കോസ്ത് നാളിൽ ഇറങ്ങി വന്ന എല്ലാവർക്കും വാഗ്ദത്തം ചെയ്യപ്പെട്ടതുപോലെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ആ ഇരുന്ന എല്ലാ ജനത്തിന്മേലും വന്നു എന്നുള്ളത് വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അന്യഭാഷാ ഭാഷണം ഇതൊരു പ്രധാന വിഷയമാണ്. പ്രത്യേകിച്ച് പ്രധാന സഭകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു പ്രധാന സാധനമാണ് എന്ത്? അന്യഭാഷാ ഭാഷണം. പണ്ട് പെന്തക്കോസ്തുകാരും പഠിപ്പിച്ചിരുന്നത് അന്യഭാഷ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് ഒരാളിൽ അഭിഷേകം നടന്നതിന്റെ അയാൾക്ക് പരിശുദ്ധാത്മ സ്നാനം ലഭിച്ചതിന്റെ, അങ്ങനെ പറയുന്നതായിരിക്കുന്നത്, പരിശുദ്ധാത്മ സ്നാനം ലഭിച്ചതിന്റെ പ്രഥമവും പ്രത്യക്ഷവും അല്ല ഏകവും പ്രത്യക്ഷമായ അടയാളം എന്നാണ് അന്ന് പറഞ്ഞത്. എന്താണ് ഏകവും പ്രത്യക്ഷമായ അടയാളം? അതിപ്പോ മാറ്റിയിട്ട് പെന്തക്കോസ്തുകാർ ഒരു ചെറിയ മാറ്റം വരുത്തിയിട്ടുണ്ട്. പ്രഥമവും പ്രത്യക്ഷമായ അടയാളം എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്താണ്? ഏകമല്ല. ഒരാൾ പരിശുദ്ധാത്മാവ് വരുമ്പോൾ അന്യഭാഷ അടയാളം മാത്രമല്ല, വേറെ പലതും ഉണ്ടാകാം. അപ്പൊ അതുകൊണ്ട് പ്രഥമവും പ്രത്യക്ഷമായ അടയാളം എന്ന് നമുക്ക് പറയുന്നതായിരിക്കും ഒത്തിരിയുടെ ശരി. അപ്പൊ ഈ അന്യഭാഷ പറയുക എന്ന് പറയുമ്പോൾ ഇതിന് 2 തലമുണ്ട്. ഒരാൾ അഭിഷേകം പ്രാപിക്കുമ്പോൾ അഭിഷേകം പ്രാപിച്ചു എന്നതിന്റെ ഒരു ഇപ്പൊ ഉദാഹരണം ഞാൻ പറയാം. അപ്പോസ്തലർ 8-ാം അധ്യായത്തിൽ ഫിലിപ്പോസ് ശമരിയിലേക്ക് പോയി അവിടെ വലിയ വീരപ്രവൃത്തികൾ വന്നു, മന്ത്രവാദികളൊക്കെ രക്ഷിക്കപ്പെട്ടു. അങ്ങനെ
അവര് ഫിലിപ്പോസിനോട് ചേർന്ന് ഇവരെവിടെ എത്തി? അപ്പൊ യെരൂശലേമിൽ അപ്പോസ്തലനാട് ചെവിയിൽ എത്തി. അവർ അപ്പോസ്തലൻ എന്ത് ചെയ്തു? രണ്ടുപേരെ എവിടേക്ക് പറഞ്ഞു വിട്ടു? നിങ്ങളൊന്നും മിണ്ടുന്നൊന്നുമില്ല. എവിടേക്ക് പറഞ്ഞു വിട്ടു? സംഭവം അറിയത്തില്ലയോ? ഇത് പുതിയ നിയമമാണെന്ന് അറിയാമോ? ചോദിക്കുന്നത് അപ്പോസ്തലത്തിൽ 8-ാം അധ്യായത്തിൽ ചേറിപ്പോർ 7-ാം അധ്യായത്തിന്റെ 8-6-ാം വാക്യം ചേറിപ്പോർ വനം സൂചിച്ചു അവിടെ സഞ്ചരിച്ചു. അങ്ങനെ ഫിലിപ്പോസ് അവിടെ ചെന്നു. 7-ാം അധ്യായത്തിൽ ഫിലിപ്പോസ് അവിടെ ചെന്നു. ശമരിയിലേക്ക് സൂചിക്കാൻ പറഞ്ഞു. അനേകം രക്ഷിക്കപ്പെട്ടു. മന്ത്രവാദികൾ സഹിതം രക്ഷിക്കപ്പെട്ടു. ശിവന്റെ സംഭവമൊക്കെ നിങ്ങൾക്ക് അറിയത്തില്ലേ? അല്ല, അറിയാമോ? ആരെങ്കിലും ഒന്ന് എസ് ഒന്നോ പറ. അറിയാം. ഫാസ്റ്റർ ബിനു ജെയിംസ്. ഓക്കെ, താങ്ക് യു. അപ്പൊ അങ്ങനെ ഈ മനുഷ്യൻ അവിടെ ചെന്നവർ രക്ഷാന്തനെയൊക്കെ പ്രാപിച്ച് ഫിലിപ്പോസിനോട് ചേർന്ന് നിന്നാ വയ്ക്കുന്നത്. അവിടുത്തെ മന്ത്രവാദി ഉണ്ടായിരുന്നു. ഒരിക്കൽ ബാപ്റ്റിസ്റ്റുകാരനോട് സംസാരിച്ചപ്പോൾ അയാൾ പറഞ്ഞേ, അയാള് പത്രോസിന്റെ ദ്രവ്യം കൊണ്ടുവന്നല്ലോ, കൈവയ്ക്കുമ്പോൾ ഞാൻ കൈവയ്ക്കുമ്പോൾ ആൾക്കാർക്ക് അഭിഷേകം കിട്ടണമെന്ന് പറഞ്ഞ് ആ വര എനിക്കൂടെ തരണമെന്ന് പറഞ്ഞ് ദ്രവ്യം കൊണ്ടുവന്നു. അതുകൊണ്ട് അയാൾ മാനസാന്തരപ്പെട്ട. അതൊരു ഭയങ്കര തെറ്റായ പഠിപ്പിക്കലാണെന്ന് ഞാൻ അന്നേരം അയാളോട് പറഞ്ഞു. നിങ്ങൾ പറയുന്ന ഭയങ്കര ഭൗളാണ്. കാരണം അവിടെയുള്ള ഒരു മന്ത്രവാദി മാത്രമല്ല, ബാക്കിയുള്ളവർക്ക് രക്ഷിക്കപ്പെട്ട് ഫിലിപ്പോസിനോട് ചേർന്ന് നിൽക്കുക. രക്ഷിക്കപ്പെട്ടപ്പോൾ അവരുടെ മേൽ എന്ത് വന്നിരുന്നില്ല? പരിശുദ്ധാത്മാവിന്റെ സ്നാനമോ അഭിഷേകം ആ ഒരു അനുഭവം ഉണ്ടായത്. അതുകൊണ്ടാണ് യെരൂശലേമിൽ നിന്ന് അപ്പോസ്തലന്മാർ വന്ന് അവരുടെ തലയെ കൈവയ്ക്കാൻ തക്കവണ്ണം അവർ വന്നു, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു. രക്ഷിക്കപ്പെട്ടവരുടെ മേൽ അവർ കൈവച്ചാണ് അഭിഷേകം വന്നത്. അപ്പോൾ രക്ഷിക്കപ്പെടുവാൻ ഒരാളിൽ ആത്മാവ് വ്യാപരിക്കുന്നതും ഒരാൾ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുന്ന ആത്മീയ അനുഭവവും അഭിഷേകവും സ്നാനവും എന്നൊക്കെ പറയുന്നത് വ്യത്യസ്തമായ ഒരു തലമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പൊ അങ്ങനെ വന്നവർ അന്യഭാഷ സംസാരം. നമ്മൾ അപ്പോസ്തലപ്രവൃത്തിയിലെ എല്ലാ സംഭവങ്ങളും 2-ാം അധ്യായം, then 7-ാം അധ്യായം, then 10-ാം അധ്യായം, then 19-ാം അധ്യായം. അപ്പോസ്തലർ 2-ാം അധ്യായത്തിൽ അവരെല്ലാവരും പരിശുദ്ധാത്മാവിൽ അന്യഭാഷ സംസാരിച്ചു. 7-ാം അധ്യായത്തിൽ അവർ അന്യഭാഷ സംസാരിച്ചു. 10-ാം അധ്യായത്തിൽ കൊർന്നേലിയോസിന്റെ ഭവനത്തിൽ അവർ അന്യഭാഷ സംസാരിച്ചു. 19-ാം അധ്യായത്തിൽ എഫെസോസിൽ സഭയിൽ അന്യഭാഷ സംസാരിച്ചു, പ്രവചിച്ചു. അപ്പൊ എന്റെ ദൈവം തമ്പുരാനെ, ഇവിടെ എല്ലാം കോമൺ ആയിട്ട് കാണുന്ന ഒരടയാളം എന്താണ്? എന്തോ? അന്യഭാഷ. ഇവിടെ എല്ലാം കോമണായി കാണുന്ന ഒരു എലമെന്റ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് അന്യഭാഷ. അഭിഷേകം വന്നു എന്ന് പറയുന്ന സ്ഥലത്ത് എല്ലാവരും പരിചയം ചെയ്തു. അപ്പൊ സ്വാഭാവികമായിട്ടും അന്യഭാഷ അടയാളം പരിശുദ്ധാത്മാവ് വന്നു എന്നതിന്റെ ഒരു അടയാളമായി കാണാം. ഇനി ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം. ഒരാളുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നത് കണ്ടിട്ടെന്നാ നമ്മൾ ശിവനെ കുറിച്ച് വായിക്കുന്നത്. അപ്പോസ്തലന്മാർ വന്ന് അവരുടെ തലയെ കവിച്ചപ്പോൾ അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വരുന്നത് കണ്ടിട്ട് ശിവൻ ദ്രവ്യമായിട്ട് വന്നു. എന്റെ ചോദ്യം, അന്യഭാഷ അടയാളമൊന്നും ഇല്ലാതെ അനങ്ങാതിരിക്കുന്ന ഒരാളിൽ പരിശുദ്ധാത്മാവ് വരുന്നു എന്ന് എങ്ങനെ കാണുന്നേ? നിങ്ങളെ വാക്യം എടുത്ത് വായിച്ചേ. ഞാൻ ഈ പുസ്തകം എടുത്തെങ്കിൽ കൃത്യ റെഫറൻസ് ഞാൻ പറയാം. നിങ്ങളുടെ സഹകരണം എനിക്ക് പോരാന്നാ തോന്നുന്നത്. ആരെങ്കിലും ആ വാക്യം കണ്ടോ? അവർ കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നാനം ഏറ്റിരുന്നതേ ഉള്ളൂ. യേശുവിന്റെ നാമത്തിൽ സ്നാനം ഏറ്റുന്നതേ ഉള്ളൂ. അടുത്ത വാക്യം. അവർ അവരുടെ മേൽ കൈവച്ചപ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചു. അപ്പോസ്തലന്മാർ കൈവച്ചതിനാൽ പരിശുദ്ധാത്മാവ് ലഭിച്ചത് ശീമോൻ കണ്ടാറെ. ശ്രദ്ധിച്ചോ? അത്രയും ആ ഒരു വാക്കിന് വേണ്ടി ഞാൻ ഞങ്ങളെ ശ്രദ്ധപ്പെടുത്തി. അത് ശീമോൻ കണ്ടെന്ന്. എന്റെ ചോദ്യം, ബാപ്റ്റിസ്റ്റുകാരെ പോലെ ഇങ്ങനെ കൈയും കെട്ടി ഇങ്ങനെ ഇരിക്കുന്ന ഒരാൾ, ആരാധിച്ചോണ്ടിരിക്കുന്ന ആൾ, അയാളുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നാ എങ്ങനെ കാണുന്നേ? അന്യഭാഷയും കാണുന്നില്ല. അവരുടെ ചലനവും അവിടെ ഈ പട്ടത്ത സഭകളിലൊക്കെ ഈ കർത്തൃമേശ അല്ലെ കുർബാന നടത്താൻ നേരത്ത് ഈ കുർബാനയുടെ അപ്പവും വീഞ്ഞും ഒക്കെ എടുത്ത് മേശപ്പുറത്ത് വെച്ച് ശോശപ്പാത്തുണി കൊണ്ട് മൂടിയിട്ട് ഇവരിങ്ങനെ മേലിൽ നിന്ന് ഇതിന്മേൽ അഭിഷേകം ഇറങ്ങണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോ അവരിങ്ങനെ കൈ വിറപ്പിക്കുന്ന കണ്ടിട്ടുണ്ടോ? ഉണ്ട്. എന്തിനാ കൈ വിറപ്പിക്കുന്നേ? അവർക്ക് ഇങ്ങനെ ഇറങ്ങണമെന്ന് പറയാൻ ഇങ്ങനെ കൈ വിറപ്പിക്കേണ്ട കാര്യമുണ്ടോ? പരിശുദ്ധാത്മാവ് അവരിങ്ങനെ കൈ വിറപ്പിക്കുമ്പോഴാണോ വരുന്നത്? എന്തോ പരിശുദ്ധാത്മാവ് വരുന്നെന്ന് ബോധ്യപ്പെടുത്തുക ജനങ്ങളെ. അത് കൈ വിറപ്പിക്കാതെ ഇങ്ങനെ കാണിച്ചാ പറയാം. ഇങ്ങനെ കൈ വിറപ്പിക്കുന്ന എന്തിനാ?
അഭിഷേകം നിങ്ങളെ കൊണ്ട് ഞാൻ തോറ്റ്. നിങ്ങളൊന്നും തിയോളജി പഠിച്ചിട്ട് ഇത്രയും നാളായിട്ട് ഒരു റിഫ്ലക്ഷൻ ഇല്ല. ചെറിയൊരു ഫിലോസഫിക്കൽ മൈൻഡൂടെ ഒക്കെ വേണം. പരിശുദ്ധാത്മാവ് വരുന്നു പറയുന്നത് നമ്മൾ കൈവെക്ക് പരിശുദ്ധാത്മാവ് വരുന്നു എന്ന് പറഞ്ഞാൽ പോരാ. ഈ വിറപ്പിക്കുന്ന എന്തിനാന്ന് എന്റെ ചോദ്യം. പരിശുദ്ധാത്മാവ് വന്നു പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നതിന്റെ ഒരു സിമ്പിളായിട്ട് കാണിക്കുന്ന അപ്പം പരിശുദ്ധാത്മാവ് സിമ്പിള് കാണിപ്പിക്കുമ്പോ വിറപ്പിക്കാമെങ്കിൽ പരിശുദ്ധാത്മാവ് ഒരാളിൽ വ്യാപരിക്കുമ്പോ അയാൾ വിറയ്ക്കുകയും കൊല്ലുകയും തുള്ളുകയും ചെല്ലുന്നതിന് ആരെങ്കിലും പള്ളു പറയേണ്ട കാര്യമുണ്ട്? ഇല്ല. അതായത് സിംബോളിക് ആയിട്ട് പരിശുദ്ധാത്മാവ് വരുന്നതിനെ കാണിച്ചുകൊണ്ട് അച്ഛൻ കൈ വിറപ്പിക്കാമെങ്കിൽ ഒരാളിന്റെ മേൽ റിയൽ ആയിട്ട് ആത്മാവ് ചലിക്കുമ്പോ അയാൾ ചലിക്കുന്നതിൽ ആരും ആക്ഷേപിച്ചിട്ട് നിന്നിട്ട് കാര്യമൊന്നുമില്ല. അപ്പൊ അതൊരു വസ്തുതയാണ്. അപ്പൊ പരിശുദ്ധാത്മാവ് വന്നാൽ കേൾക്കാനും കാണാനും വല്ലതും കാണും. വല്ലതും പിടികിട്ടിയോ? ശീമോൻ അത് കണ്ടിട്ട് ആ ദ്രവ്യം കൊണ്ടുവന്നത്. അപ്പൊ പരിശുദ്ധാത്മാവ് ഒരാൾമേൽ വന്ന് വല്ലതും കേൾക്കാനും ഉണ്ട്, വല്ലതും കാണാനും ഉണ്ട്. 2, അന്യഭാഷ അടയാളം എന്ന് പറയുന്നതും അതൊരു അടയാളമാണ്. പ്രഥമവും പ്രത്യക്ഷമായ അടയാളം എന്ന് ഇപ്പോൾ പറയുമ്പോൾ 1 കൊരിന്ത്യർ ലേഖനം 14-ാം അധ്യായത്തിൽ പൗലോസ് തിത്തിനുടെ ആഴത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? അതിന്റെ 2-ാം വാക്യം വായിക്കുമ്പോ 2-ലാന്ന് തോന്നുന്നു. അന്ന് വായിച്ച വാക്യങ്ങൾ കമോൺ ക്വിക്ക് ഫാസ്റ്റ്. 1 കൊരിന്ത്യർ 14-ന്റെ 2, 3 ഒക്കെ വായിക്കേ. അന്യഭാഷയിൽ സംസാരിക്കുന്നവർ മനുഷ്യരോടല്ല ദൈവത്തോടത്രേ ഈ സംസാരിക്കുന്നു. അടുത്ത സമയത്ത് എൻ്റെ ഒരു സ്നേഹിതൻ സാജു, അതായത് കേരള പെന്തക്കോസ്ത് ചരിത്രത്തിലെ സാജുവും എൻ്റെ ഒരു സ്നേഹിതൻ പാസ്റ്ററായ സോളിലെ എൻ്റെ സ്നേഹിതൻ എബി അയിരൂർ പാസ്റ്ററും ഒന്നിച്ച് ഒരു വീഡിയോ ചെയ്ത് ഇതിൽ ഇട്ടിട്ടുണ്ട്, യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അതിങ്ങനെ സർക്കുലേറ്റ് ചെയ്യുകയാണ്. അതായത് സഭയിൽ അന്യഭാഷ പറയേണ്ടത്. കാരണം അവനവർ പറയുന്ന കൊരിന്ത്യർ ലേഖനത്തിൽ നിന്ന് സഭയിൽ അന്യഭാഷ പറയണ്ട, വ്യാഖ്യാനിയില്ലേ അന്യഭാഷ പറയരുത് എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് വ്യാഖ്യാനിക്കാൻ ആളില്ലെങ്കിൽ, പ്രവചിക്കാൻ ആളില്ലെങ്കിൽ അന്യഭാഷ. പക്ഷെ അവിടെ കൃത്യമായി വായിച്ചാൽ മനസ്സിലാകും, പ്രവാചകൻ ഇല്ലെങ്കിൽ തന്നോടും ദൈവത്തോടും തന്നെ അന്യഭാഷ പറയട്ടെ. അവൻ തനിക്ക് താൻ എന്ത് ചെയ്യുന്നു? ആത്മീയവർദ്ധന എന്നുള്ളതിന് ഗ്രീക്കിലൂടെ ഓയിക്കോഡോമയോ എന്നൊരു പദമാണ്. ഓയിക്കോഡോമയോ, ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുമോ എന്തോ. ഗ്രീക്കിൽ 14-ാം അധ്യായം 3-ാം വാക്യത്തിൽ അവൻ തനിക്ക് തന്നെ ആത്മീയ വർധന വരുത്തുന്നു. എഡിഫൈ ഹിംസെൽഫ് എന്ന ഇംഗ്ലീഷിൽ വായിക്കുന്നത്. ഗ്രീക്ക് വേർഡ് ഈസ് ഓയിക്കോഡോമയോ. ഓയിക്കോസ് എന്ന് പറഞ്ഞാൽ ഹൗസ് എന്നാണ്, ഡോമയ എന്ന് പറഞ്ഞാൽ ബിൽഡ് എന്നാണ്. എന്നുവെച്ചാൽ കെട്ടിടം പണിയുന്ന പോലെ ഒരാൾ പണിത് ബലപ്പെടുകയാണ്, വിശാലമാകുക. അപ്പോൾ പരിശുദ്ധാത്മാവ് അന്യഭാഷ അടയാളത്തൊടുത്ത് വ്യാപരിച്ചാൽ അയാൾ അന്യഭാഷ സംസാരിക്കുമ്പോൾ തന്നെ ബിൽഡ് ചെയ്യുകയാണ്. ഞാൻ പ്രസംഗിക്കാൻ എഴുന്നേറ്റിരിക്കുമ്പോൾ എല്ലാവരോടും അന്യഭാഷ പറഞ്ഞ് പ്രസംഗം പറയണമെന്നല്ല പറഞ്ഞത്. അങ്ങനെ പറയുന്ന രീതി കൊരിന്ത്യരിൽ ഉണ്ടായിരുന്നു. കാരണം കൊരിന്ത്യർ സഭയിൽ ഉണ്ടായിരുന്ന വിശ്വാസത്തിൽ കുറെ ജാതീയ മേഖലയിൽ നിന്ന് വന്നവർക്ക് അവിടെ ഈ ഷാമനിസവും ഉറഞ്ഞുതുള്ളലും ഈ വെളിച്ചപ്പാട് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവർക്കുള്ളൊരു ശൈലി ഉണ്ടായിരുന്നു ഇങ്ങനെ ഭാഷ പറയുന്നത്. ഞാൻ എൻ്റെ ചെവിക്ക് കേട്ടിട്ടുണ്ട്, ഗൾഫിൽ വെച്ച് ശുശ്രൂഷിക്കുമ്പോൾ ഒരു സൗകര്യ പ്രാർത്ഥനയ്ക്ക് വന്നിട്ട് നല്ല കടു പൊട്ടുന്ന മാതിരി അന്യഭാഷ പറഞ്ഞു, കടു പൊട്ടുന്നത്. ഞാൻ പോലും ഞെട്ടിപ്പോയി. ഇച്ചിരി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അത് പൈശാചികമാണ്. അപ്പോഴാ അറിയുന്നവർ ആദ്യമായിട്ട് പ്രാർത്ഥനയ്ക്ക് വന്നൊരു മുസ്ലിമാണ്. നോക്കെ അങ്ങനെ ഉണ്ട്. ആദ്യമായിട്ട് പ്രാർത്ഥനയ്ക്ക് വന്ന മുസ്ലിമിൽ ഒരു ഭൂതാത്മാവ് കയറിയപ്പോൾ കടു പൊട്ടുന്ന, ബാക്കിയുള്ളവർക്ക് മനസ്സിലായില്ല. നല്ല കടു പൊട്ടുന്ന മാതിരി നല്ല വണ്ടർഫുൾ, നല്ല ഇത് പരിമല തിരുമേനയൊക്കെ പണ്ട് കുർബാന വായിക്കുന്ന ശീലയിൽ അടിപൊളിയായിട്ട് അന്യഭാഷ പറയുക. അതൊക്കെ സാറ് തോറ്റു. അപ്പോ അത് ഡിസൈനിങ് പവർ ഈസ് ഡിഫറെന്റ്. അപ്പൊ അങ്ങനെ ഒരു സിസ്റ്റം കൊരിന്ത്യ സഭയുടെ പശ്ചാത്തലത്തെ അവരുടെ ജെൻഡൽ ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്നത് കൊണ്ട് അവരിങ്ങനെ കയറിയെന്ന് ഭാഷ പറഞ്ഞുകൊണ്ട് എന്നാൽ ജനത്തിനൊന്നും മനസ്സിലാവത്തില്ല. അതുകൊണ്ട് ബുദ്ധി കൊണ്ട് 5 വാക്ക് പറയണം പ്രസംഗിക്കുമ്പോ, സുവിശേഷം പറയുമ്പോ. പക്ഷെ അന്യഭാഷ പറയുന്നതിന് വിലക്കുക അല്ല ചെയ്തത്. പൗലോസ് പറയുന്നത് നിങ്ങളെക്കാൾ അധികം ഞാൻ അന്യഭാഷ പറയുന്നുണ്ട് കർത്താവിനെ സ്തുതിക്കുന്നു. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്രേ സ്നേഹിക്കുന്നു, തനിക്ക് താൻ ആത്മീയ വർധന വരുത്തുന്നു. അപ്പൊ ഈ ഭാഷാവരം ഒരാളിന് അന്യഭാഷയുടെ അടയാളമായിട്ടും അതൊരു വരമായിട്ടും ഉണ്ട്. പൗലോസ് തന്നെ കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നു, ഒരുത്തൻ നിങ്ങൾ കൂടി വരുമ്പോൾ ഒരുത്തന് ഇതുണ്ട്, പ്രവചനമുണ്ട്, വ്യാഖ്യാനമുണ്ട്, അന്യഭാഷയുണ്ട്, അങ്ങനെ കുറെ കാര്യങ്ങൾ പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചു ആ വാക്യം 12-ാം അധ്യായത്തിൽ നിന്ന് വായിച്ചേ. 12-ലല്ലയോ? ആകൾ സഹോദരന്മാരെ നിങ്ങൾ കൂടി വരുമ്പോൾ. ഞാൻ നിങ്ങളെ കൊണ്ട് തോറ്റു. ഒന്ന് ചൂട് വാന്ന്.
കൊരിന്ത്യർ 12 അല്ലേ? കൊരിന്ത്യർ ഒന്ന് കൊരിന്ത്യർ ജ്ഞാനത്തിന്റെ വചനവും ഒരുത്തന് ആത്മാവിനാൽ ജ്ഞാനത്തിന്റെ വചനവും മറ്റൊരുത്തന് അതേ ആത്മാവിനാൽ പരിജ്ഞാനത്തിന്റെ വചനവും നൽകപ്പെടുന്നു. വേറൊരുത്തിന് അതേ ആത്മാവിനാൽ വിശ്വാസം, മറ്റൊരുവിന് അതേ ആത്മാവിനാൽ രോഗശാന്തികളുടെ വരം, മറ്റൊരുവിന് വീര്യപ്രവൃത്തികൾ, മറ്റൊരുവിന് പ്രവചനം, മറ്റൊരുവിന് ആത്മാക്കളുടെ വിവേചനം. എന്നാൽ ഇതെല്ലാം പ്രവർത്തിക്കുന്ന താൻ ഇച്ഛിക്കും പോലെ അവനവന് അതത് വരം പകുത്തു കൊടുക്കുന്ന ഒരേ ആത്മാവ് തന്നെ. ഇങ്ങനെ വ്യത്യസ്ത വരങ്ങളുള്ള കൂട്ടത്തിൽ ഒരു വരമാണ് ഭാഷാവരം. ഭാഷാവരം എന്ന് പറയുന്നത് ആത്മാവിൽ പ്രാർത്ഥിക്കാൻ, അന്യഭാഷയിൽ നിരന്തരമായി പറയാനും പ്രാർത്ഥിക്കാനും കഴിയുന്ന ഒരു നിലയുണ്ട്. അല്ലാതെ 2 പാട്ട് പാടിയിട്ട് 2ാമത്തെ പാട്ടിന്റെ 4ാമത്തെ സ്റ്റാൻസ 6 പ്രാവശ്യം ആവർത്തിച്ച് പാടുമ്പോൾ കൂട്ടത്തല്ല് കൈയടിച്ച് തനാപ്പന എന്ന് പറയുന്ന 2 അന്യഭാഷ പറയുന്ന രീതി പെന്തക്കോസുകാരൻ നിർത്തണം. അത് മ്യൂസിക്കിന്റെ അഹംബിളിയോടെ നടത്തുന്ന രീതിയിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾ ആത്മനിർവൽ അന്യഭാഷ പറഞ്ഞ് തുടങ്ങണം. ഒരു പാട്ടും പാടാതെ അന്യഭാഷ പറയാൻ കഴിയുന്ന ഒരു നിലയിലേക്ക്, ഭാഷാവരത്തിന്റെ നിലയിലേക്ക് മൂവ് ചെയ്യണം. നമുക്ക് പാട്ടുണ്ടെങ്കിലേ അന്യഭാഷ വരത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര കഷ്ടമാണ്. അപ്പം ഇത്തരം കാര്യങ്ങൾ നാം മനസ്സിലാക്കണം. ഞാൻ 1-2 കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം 1 മുതൽ 4 വരെ. യേശുവിന്റെ നിർദ്ദേശപ്രകാരം പരിശുദ്ധാത്മ സ്നാനത്തിനായി കാത്തിരുന്ന എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. അവരെല്ലാവരും ആത്മാവ് ഉച്ചരിപ്പാൻ നൽകിയ പോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി എന്ന് അവിടെ വായിക്കുന്നത്. They started and it never says that they stopped. 2-4 കൃത്യമായിട്ട്. ഓക്കെ, ഇനി ഞാൻ നിങ്ങളോട് ഒരു മർമ്മം പറയാം. അത് ഇത്തിരി സീരിയസ് ആയ ഒരു മർമ്മമാണ്. അതായത് ഈ പുതിയ നിയമം എഴുതിയ ഭാഷ ഏത് ഭാഷയാണ്? ഇൻട്രഡക്ഷൻ ഭാഷയൊക്കെ പറഞ്ഞ പുതിയ ഗ്രീക്ക് ഭാഷയിൽ. ഗ്രീക്ക് ഭാഷ എന്ന് പറഞ്ഞാൽ തന്നെ ഈ ഭാഷയ്ക്ക് കൊയിനേ ഗ്രീക്ക് എന്നാ പറയുന്നത്. എന്തോ ഗ്രീക്ക് എന്നാണ് വേദവസ്തം ഗ്രീക്ക് ഭാഷ കൊയിനേ ഗ്രീക്ക് എന്ന് പറയുന്നത്. അത് സാധാരണ ഒരു ഭാഷ എന്ന് പറയുന്ന ഒരു സമൂഹം കൺസ്ട്രക്ട് ചെയ്യുന്ന, കാരണം ഒന്നിച്ച് 10 ആൾ നിൽക്കുമ്പോൾ അവർക്ക് പരസ്പരം സംസാരിക്കാൻ സാമൂഹ്യമായി കൾച്ചറലായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഒരു മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് ഭാഷ. മനസ്സിലായില്ലേ? ഒരു കൂട്ടം ആളുകൾ ഒന്നിച്ചൊരു സംസ്കൃതിയിൽ വളർന്നു വരുമ്പോൾ അവർക്ക് പരസ്പരം സംവേദനം ചെയ്യുവാൻ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ, കൺവേഴ്സ് ചെയ്യുവാൻ അവരുപയോഗിക്കുന്ന ഒരു ഭാഷയാണ് എന്ത്? ഒരു ഭാഷ അങ്ങനെ ഉണ്ടാകുന്നത്. പക്ഷെ ഈ വേദവസ്തു ന്യൂ ടെസ്റ്റ് എഴുതിയ ഭാഷ ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്തൊരു ഭാഷ അല്ല. ഇപ്പൊ മലയാളം നമ്മൾ കേരളത്തിൽ സംസാരിക്കുന്നു, അങ്ങോട്ട് പോകുമ്പോൾ തെലുങ്ക്, കർണാടക, ഇതെല്ലാം ഓരോ സമൂഹത്തിൽ അവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ അവരുടെ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിൽ അവർ ഡെവലപ്പ് ചെയ്തതാണ് ഓരോ ഭാഷ. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഓക്കെ, അപ്പൊ അങ്ങനെ ഡെവലപ്പ് ചെയ്ത കൂട്ടത്തിൽ ഗ്രീക്ക് ഭാഷയുമുണ്ട്. ഗ്രീസിലെ ആളുകൾ സംസാരിക്കുന്ന ഒരു ഭാഷയായിരുന്നു. പക്ഷെ കൊയിനേ ഗ്രീക്ക് എന്ന് പറഞ്ഞൊരു സ്പെഷ്യൽ ഗ്രീക്ക് ഉണ്ടാക്കിയത് ഒരു കമ്മ്യൂണിറ്റി അല്ല, ഒരു മനുഷ്യനാണ്. ആ മനുഷ്യന്റെ പേര് അരിസ്റ്റോട്ടിൽ എന്നാണ്. ആരാണ്? അരിസ്റ്റോട്ടിൽ. അലക്സാണ്ടറുടെ ഗുരുവായ അലക്സാണ്ടർ വലിയ സൈന്യത്തെ ഉണ്ടാക്കാൻ വേണ്ടി പട്ടാളത്തിൽ ആളെടുത്ത് കൊണ്ടുവന്നു. പട്ടാളത്തിൽ ആളെടുത്ത് ട്രെയിനിങ്ങിന് വെച്ചപ്പെടാൻ മനസ്സിലായത് ഇവന്മാർ സംസാരിക്കുന്ന ഭാഷ ഇന്ത്യയിൽ പട്ടാളത്തിൽ ആളെടുക്കുന്നതല്ല. ഒരുത്തൻ തമിഴ്, ഒരുത്തൻ ഹിന്ദി, ഒരുത്തൻ മലയാളം, ഒരുത്തൻ തെലുങ്കും, ഒരുത്തൻ കന്നഡയും, ഒരുത്തൻ കൊങ്കണിയും, ഒരുത്തൻ ഒഡിയായും, ഒരുത്തൻ എന്റെ ദൈവമേ മറാഠിയും പറയുമ്പോൾ യവന്മാർക്ക് ഈ ട്രെയിനേഴ്സ് ഏത് ഭാഷയിൽ ട്രെയിനിങ് കൊടുക്കും? മലയാളത്തിൽ പറഞ്ഞാൽ തമിഴിന് മറ്റുള്ളവർ മനസ്സിലാകത്തില്ല, തമിഴ് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാകത്തില്ല മറ്റു നോർത്ത് ഇന്ത്യ. അപ്പൊ എല്ലാവർക്കും കൂടെ ചേർന്ന് ഒരു കോമൺ ഭാഷയിൽ പറഞ്ഞെങ്കിലേ അവർക്ക് എന്ത് ചെയ്യത്തുള്ളൂ? ട്രെയിനിങ് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമുക്കൊരു ഹിന്ദി കോമൺ ഭാഷയും പിന്നെ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ ഒരു ലിംഗ ഫ്രാങ്ക ലാംഗ്വേജ്, ഒരു യൂണിവേഴ്സൽ മാർക്കറ്റ് പ്ലേസ് ലാംഗ്വേജ് ഉണ്ടായതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു പോവുക. അല്ലെ എന്തോ ചെയ്തേനെ? അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ പട്ടാളത്തിൽ ആളിനെ ചേർത്ത് വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് ആളിനെ എടുത്ത് പട്ടാളത്തിൽ ട്രെയിൻ ചെയ്തപ്പോ ഇവരെ ട്രെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടായി. അപ്പൊ ആ ട്രെയിനേഴ്സ് ഒന്ന് അലക്സാണ്ടറോട് പറഞ്ഞു, വലിയ പാടാണ്, ഇവർക്ക് ഭാഷ അറിയത്തില്ല, ഞങ്ങൾ ട്രെയിൻ ചെയ്യുമ്പോൾ അവരോട് പറയുന്ന ഭാഷ അവർക്ക് മനസ്സിലാവത്തില്ല. ആനക്കാരൻ ആനയോട് പ്രത്യേക കോഡ് ഭാഷ പറയും. ഞാൻ പോയി ആനയോട് സംസാരിച്ച് ആനയ്ക്ക് മനസ്സിലാവും. ആന കൊമ്പ ഒലിക്ക് എന്നെ കുത്തി ഓടിക്കും. നിങ്ങൾ മനസ്സിലായോ? അപ്പൊ ഓരോ എനിക്ക് പട്ടിയോടും പൂച്ചയോടും സംസാരിക്കാൻ പറ്റുമോ? കോഴി തമ്മിൽ സംസാരിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്, എറുമ്പ് തമ്മിൽ സംസാരിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. നമുക്ക് 20 ഹെഡ്സിന് 2000 ഹെഡ്സിന് ഇടയിലുള്ള ശബ്ദം കേൾക്കാനൊക്കില്ല. 20 ഹെഡ്സിന് താഴെയുള്ളതും 2000 ഹെഡ്സിന് മേളിലുള്ളതും നമ്മുടെ ചെവി ഗ്രാസ്പ് ചെയ്യത്തില്ല.
അപ്പൊ അങ്ങനെ അങ്ങനെ ഭാഷ പറയാതെ വന്നപ്പോ, പറ്റാതെ വന്നപ്പോ ഈ അലക്സാണ്ടർ വിഷമിച്ചു. എന്ത് ചെയ്യാനൊക്കെ നല്ലൊരു സൈന്യത്തെയൊക്കെ ഉണ്ടാക്കി ലോകം മൊത്തം കീഴടക്കാൻ വേണ്ടി അങ്ങനെ ശ്രമിക്കുക. അവസാനം അരിസ്റ്റോട്ടിലോട് ചെന്ന് പറഞ്ഞു. അരിസ്റ്റോട്ടിൽ പറഞ്ഞു എനിക്ക് കുറച്ച് ദിവസം തരാൻ. അങ്ങനെ അരിസ്റ്റോട്ടിന് കുറച്ച് ദിവസം കൊടുത്തു. അരിസ്റ്റോട്ടിൽ അയാളുടെ ഗുരുവാണ്. അയാൾ കുത്തിയിരുന്ന് എഴുതി ഉണ്ടാക്കിയ ഭാഷയാണ് ഏത് ഭാഷ? കൊയിനെ ഗ്രീക്ക്. പുതിയ ഗ്രീക്ക്. ആ ഗ്രീക്ക് ഭാഷ എല്ലാരെയും പഠിപ്പിച്ച് ആ ഭാഷയിൽ അവരെ ട്രെയിൻ ചെയ്തു. അപ്പോ പറഞ്ഞതിന് സാറേ ഇത്രയേ ഉള്ളൂ. ലോകം കീഴടക്കാൻ പോയ അലക്സാണ്ടർക്ക് ഒരു സൈന്യത്തെ കൊണ്ട് ലോകത്തെ കീഴടക്കാൻ പറ്റിയില്ല. അതിനെന്തോ വേണ്ടി വന്നു? ഒരു കോമൺ ലാംഗ്വേജ് വേണ്ടി വന്നു. അഥവാ to conquer the world, Alexander found that he was not supposed to have an army, but instead he wanted to touch the tongue of the people. He wanted to touch the tongue of the people. Thus and thereby he touched the tongue of the people and brought a common language, which eventually became a lingua franca language that they spread elsewhere. That's the reason why we have the Greek Bible or the New Testament written in Greek. അപ്പം എന്താ പറഞ്ഞതിന്റെ സാരം? ലോകത്തെ കീഴടക്കാൻ പുറപ്പെട്ട അലക്സാണ്ടറിന് ഒരു സൈന്യത്തെ കൊണ്ട് ലോകത്തെ കീഴ്പ്പെടാൻ പറ്റിയത്, ഒരു സൈന്യത്തെ കൊണ്ട് ലോകത്തെ കീഴ്പ്പെടുത്താൻ പറ്റിയില്ല. അദ്ദേഹത്തിന് മനസ്സിലായി ആ സൈന്യത്തിന്റെ നാവിനെ സ്പർശിക്കണമെന്ന്. ഇത് തന്നെയാണ് പെന്തക്കോസ്ത് നാളിൽ ദൈവം ചെയ്തത്. 3.5 വർഷം ട്രെയിൻ ചെയ്ത സുവിശേഷകർ ഉൾപ്പെടെയുള്ള അപ്പോസ്തലന്മാർ ഉൾപ്പെടെയുള്ള 120 പേരെ മാളികമുറി കൂട്ടിയിരുത്തിട്ട് തമ്പുരാന് മനസ്സിലായി ഇവർ ലോകത്തെ കീഴ്മറിക്കുന്ന ഒരു സൈന്യമായി തീരണമെങ്കിൽ ഈ രീതി പടച്ചു വിട്ടാ പോരാ. ഇൻസ്റ്റഡ് their tongue should be touched. നിങ്ങളെല്ലാം മനസ്സിലായോ? ഇത് തന്നെയാണ് യെശയ്യാവിനും പറ്റിയത്. യെശയ്യാവിനെ കൊണ്ട് വമ്പൻ പ്രവചനങ്ങൾ പ്രവചിപ്പിക്കാൻ അന്ന് വരെ ആരും പ്രവചിച്ചിട്ടില്ലാത്ത, അതിന് മുമ്പ് അതിന് ശേഷം ഒരുത്തിനും പ്രവചിക്കാൻ കഴിയാത്ത അസാധാരണ പ്രവചനം യെശയ്യാവ് നടത്തിയതിന്റെ കാരണം the spirit touch this tongue. അതുകൊണ്ട് ടങ് എന്ന് പറയുന്നത്, അന്യഭാഷാ ഭാഷണം എന്ന് പറയുന്നത് നിങ്ങളുടെ ആത്മമനുഷ്യനെ കരുത്തനാക്കുന്നതാണ്. എന്റെ ഒപ്പമുണ്ടോ നിങ്ങൾ? അതിന് പണ്ട് മാർത്തോമക്കാരുടെ ഓർത്തഡോക്സ് സഭയിലൊക്കെ പോകുന്ന എന്നോട് ഒരാൾ പറഞ്ഞ, ഞാനൊരു ദിവസം ഒരു മാർത്തോമ പള്ളി പോകാൻ കാരണം എന്റെ ഒരു ബന്ധുവിനെ കാണാൻ പോയത്. ആ ബന്ധുവിനെ പിടിച്ചെന്നെ പറഞ്ഞ് ഞങ്ങളുടെ ചർച്ചിൽ ഒരു മാരാവൺ പള്ളിയില്ല മീറ്റിംഗ് കൊണ്ട് വരുന്നു. ഞാൻ പറഞ്ഞു ഞാനും വരാം, ഞാൻ കോളേജ് പഠിക്കുന്ന സമയം. അപ്പൊ ഞാൻ അങ്ങോട്ട് പോകുമ്പോ അദ്ദേഹം എന്നോട് പറഞ്ഞ് അവിടെ പ്രസംഗിക്കുന്ന അച്ഛന്മാരൊക്കെ വലിയ ആവേശത്തോട് പ്രസംഗിക്കും, പുറയിൽ നിന്ന് ഉറക്കെ ഹല്ലേലൂയ സ്തോത്രം ഒന്നും പറയില്ലേ. ഇതെന്റെ അനുഭവമാണേ. പുറയിൽ നിന്ന് ഉറക്കെ ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ ഹല്ലേലൂയ സ്തോത്രം പറഞ്ഞാൽ എന്ത് ചെയ്യും? ഭർത്താമക്കാർ മുന്നിൽ ഇരിക്കുന്നൊരു തിരിച്ചു നോക്കി, ഇതാരാടാ പെന്തക്കോസിൽ പോയാൽ ആരാണ്ട് ഇവിടെ വന്നിരിപ്പുണ്ടോ? അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു പണ്ട് കാലത്ത്. പെന്തക്കോസ് സഭയിൽ ചെന്നിരിക്കുന്ന ആളുകൾ ഒരുത്തൻ അന്യഭാഷ ഹല്ലേലൂയ സ്തോത്രം പറഞ്ഞില്ലേ അവനെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുമായിരുന്നു. എന്തൊരു കഷ്ടപ്പാടാ ഇത്, അവനോട് എന്താടാ വന്നിരിക്കുന്നത്? അഭിഷേകം പ്രാപിക്കാത്ത ഒരുത്തൻ. അന്ന് എല്ലാവരും അഭിഷേകം പ്രാപിച്ചവരായിരുന്നു. അഭിഷേകം പ്രാപിക്കാത്ത ഒരുത്തനുണ്ട് ഇങ്ങനെ മരക്കുറ്റി പോലിരുന്നാൽ, കാറ്റ് പിടിക്കാതിരുന്നാൽ, മയിൽക്കുറ്റി പോലിരുന്ന ആൾക്കാർ അവനെ തിരിഞ്ഞു നോക്കുമായിരുന്നു. പക്ഷെ ഇന്ന് സ്ഥിതി മാറി. പുറയിൽ നിന്ന് ഒരുത്തൻ 2 അന്യഭാഷ പറഞ്ഞ് എല്ലാവരും തിരിഞ്ഞു നോക്കി, ഇവൻ ആരാണോ? അങ്ങനെ സ്ഥിതിയായി. പണ്ടൊക്കെ ഞാനൊക്കെ അഭിഷേകം പ്രാപിക്കുമ്പോൾ തീ കത്തിക്കുക, എന്നിൽ തീ കത്തിക്കുക എന്നുള്ള പാട്ട് പാടി ഞങ്ങൾ അഭിഷേകം പ്രാപിച്ചു. പക്ഷെ ഈ അടുത്ത സമയത്ത് കുറെ എന്തോ വിദ്വാന്മാർ വന്ന് ടി വിയിലൊക്കെ പ്രസംഗിക്കുമ്പോൾ പറയുക തീ എന്ന് പറഞ്ഞാൽ എന്തോ അങ്ങനെ ഒരു ശരിയില്ല, അങ്ങനെ ഒരു സംവിധാനമില്ല, അതുകൊണ്ട് തീ എന്ന് പറയരുത്, അത് അബദ്ധമാണ്, തെറ്റാണ്. പരിശുദ്ധാത്മാവ് തീ അല്ലേ, എന്തൊക്കെ പ്രയോഗങ്ങൾ. അങ്ങനെയാണ് തീ കത്തിക്കുക, എന്നിൽ തീ കത്തിക്കുക എന്നുള്ള പാട്ടൊക്കെ ചുട്ടുകൂട്ടി ചുട്ടുകൂട്ടേ എറിയണം. നമ്മുടെ ആളുകൾ ഒരു കാലത്ത് തീ കത്തിക്ക, എന്നിൽ തീ കത്തിക്ക എന്ന് പാട്ടുപാടി അഭിഷേകം പ്രാപിച്ച ഒത്തിരി പേരെ എനിക്ക്, ഞാൻ ഉൾപ്പെടെ. പക്ഷെ ഇന്ന് തീ എന്ന് പറയാൻ പാടില്ലെന്ന് പറയുന്നു. എന്താ ഇതിന്റെ കുഴപ്പം? എവിടൊക്കെ ഒരു എറർ സംഭവിച്ചിട്ടുണ്ട്. ആൾക്കാർക്ക് ബുദ്ധി കൂടി ദൈവവചനത്തെയും അതിന്റെ യാഥാർത്ഥ്യത്തെയും സത്യത്തെയും നിഷേധിക്കുന്ന ഒരു നിലയിലേക്ക് പോയിരിക്കുന്നു. ഇത് തിരിച്ചറിയണം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ആരെങ്കിലും അഭിഷേകം പ്രാപിക്കാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അഭിഷേകം പ്രാപിക്കണം. അന്യഭാഷ പറയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി കാത്തിരുന്ന് എന്ത് ചെയ്യണം? തല്ലി പഠിപ്പിച്ചെങ്കിൽ എന്നാൽ അന്യഭാഷ പറഞ്ഞു തുടങ്ങണം. അതിനുവേണ്ടി ഒരു ശ്രമം നടത്തണം. 2, ശൗൽ ആത്മസ്നാനം പ്രാപിക്കുമ്പോൾ അങ്ങനെ അനന്യാസ് വീട്ടിൽ ചെന്ന് അവന്റെ തല കൈവച്ചു. ശൗലേ സഹോദര, നീ കാഴ്ചറാകത്ത് പരിശുദ്ധാത്മ പൂർണ്ണനാകേണ്ടതിന് നീ വന്ന വഴി നിനക്ക് പ്രത്യക്ഷനായ യേശു എന്ന കർത്താവിനെ അയച്ചിരിക്കുന്നു പറഞ്ഞു. അവിടെ ശൗൽ അന്യഭാഷ പറഞ്ഞാൽ രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും 1 കൊരിന്ത്യർ 14:8 നിങ്ങൾ എല്ലാവരിലും അധികം ഞാൻ അന്യഭാഷ സംസാരിക്കുന്നതോട് ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു എന്ന് പൗലോസ് പറഞ്ഞിരിക്കുന്നു. ആകയാൽ ശൗൽ ആത്മസ്നാനം പ്രാപിച്ചപ്പോൾ അന്യഭാഷ പറഞ്ഞിരുന്നു എന്ന് വ്യക്തമാണ്.
കൊർന്നേലിയോസിന്റെ വീട്ടിൽ പത്രോസ് അപ്പോസ്തലൻ പ്രസംഗം കേട്ടവർ പരിശുദ്ധാത്മാവ് ലഭിച്ചു. അവർ അന്യഭാഷ സംസാരിക്കും, ദൈവത്തെ മഹത്വരിക്കും കേൾക്കാൻ പത്രോസിനോട് കൂടെ വന്ന പരിശോധനക്കാരായ വിശ്വാസികൾ നമ്മെ പോലെ പരിശുദ്ധാത്മ സ്നാനം ലഭിച്ചവരെ സ്നാനപ്പെടുത്തുമായിരിക്കാൻ വെള്ളം വിലക്കുവാൻ ആർക്കഴി. കണ്ടില്ലേ, നമ്മെ പോലെ പരിശുദ്ധാത്മാ രാജ അന്യഭാഷ പറഞ്ഞു. എഫെസോസിൽ 19 അധ്യായത്തിലും അവർ തലയെ കൈവച്ചപ്പോൾ അവർ അന്യഭാഷകൾ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തെന്ന് വായിക്കുന്നു. ഞാൻ പറഞ്ഞാണ്, പീലിപ്പോസിന്റെ ശുശ്രൂഷയിൽ സ്നാനപ്പെട്ട ശമരിയുടെ മേൽ മാനസാന്തരം എറിഞ്ഞ് യെരൂശലേമിൽ നിന്ന് അപ്പോസ്തലന്മാർ അവിടെ എടുക്കുന്നവർക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കാൻ കൈവച്ച് അവർക്കായി പ്രാർത്ഥിക്കുമ്പോൾ പത്രോസിനെ യോഹന്നാനെയും അവരുടെ അടുക്കൽ അയച്ചു. അവർ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചു. അവർ അന്യഭാഷയിൽ സംസാരിച്ചതായി അവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. എങ്കിലും അപ്പോസ്തലന്മാർ കൈവച്ചതിനാൽ അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചത് ശീമോൻ കണ്ടാറേ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചു എന്ന് ശിമോന് ബോധ്യപ്പെടുവാൻ തൊക്കെ എന്തോ സംഭവിച്ചു. അങ്ങനെ ആയിരുന്നു ന്യായമായി വിശ്വസിക്കാൻ. ഞാൻ മുമ്പ് പറഞ്ഞ കാണാനും കേൾക്കാനും വല്ലതുകൊണ്ട്. ആദിമസഭയിൽ ആത്മസ്നാനവും അന്യഭാഷയും ഉണ്ടായിരുന്നു. അതുകൊണ്ട് അന്യഭാഷ വിലക്കുന്നത്, ആത്മസ്നാനത്തെ വിലക്കുന്നത്, അതുപോലെ തന്നെ ഭാഷാവരത്തെയും കൃപാവരങ്ങളെയും ബാപ്റ്റിസ്റ്റുകാർ പറയും. 13 അധ്യായം എടുത്തോട്ട് പറയും. എന്താ പറയുന്നത് 13 അധ്യായത്തിൽ? അതേ സ്നേഹത്തെ ഊന്നി പറഞ്ഞു എന്നുള്ളത്, മറ്റൊന്നിന്റെ ചെലവിലല്ല. അദ്ദേഹം പറഞ്ഞത്, നിനക്ക് നിങ്ങൾക്ക് അന്യഭാഷ ഉണ്ടായാലും ഭാഷാവരം ഉണ്ടായാലും നിങ്ങൾക്ക് സ്നേഹമില്ലെങ്കിൽ അത് പിന്നെ ശരിയാ. സ്നേഹമില്ലാതല്ല വരം. ഞാൻ നിങ്ങളോട് ഒരു മർമ്മം പറയാം. ആത്മാവിന്റെ വരവും ആത്മാവിന്റെ ഫലവുമുണ്ട്. പറഞ്ഞാട്ട് വേഗം. ആത്മാവിന്റെ വരങ്ങൾ ഇപ്പൊ നമ്മൾ വായിച്ചു അല്ലെ? 1 Corinthians 12 റോമാലേഖന 12 അധ്യായത്തിന്റെ അവസാനത്തിലോ കാണുന്നുണ്ട്. പക്ഷെ ആത്മാവിന്റെ ഫലം എന്ന് പറഞ്ഞ ഏതാ? സ്നേഹം, സന്തോഷം. അതെവിടെ വായിക്കുന്നേ? ഗലാത്യലേഖനം 5 അധ്യായത്തിന്റെ 22 വാക്യം വായിക്കും. ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരവരം, ഇന്ദ്രജയം, വിശ്വസ്തത, സൗമ്യത. എന്റെ കൂടുന്നില്ല, എന്ത് കഷ്ടമാണ് എന്ന് കാണുന്നു. അപ്പൊ ആത്മാവിന്റെ ഫലവുമുണ്ട്, ആത്മാവിന്റെ വരവുമുണ്ട്. എന്റെ കൂടെ ഉണ്ടോ? അതുകൊണ്ട് ഫലം വന്നുകൊണ്ട് വരം നിന്നുപോയി എന്ന് പറഞ്ഞാൽ, ഇനി ഒരാൾ നിത്യതയിൽ ചെല്ലുന്നെന്ന് സങ്കല്പിക്കുകയല്ല. നമ്മളെല്ലാം അങ്ങനെ ആഗ്രഹിക്കുന്നത്. എന്നിട്ട് പറയാൻ ചെന്നു, ഇന്നത്തെ ആളിന്റെ പോക്ക് കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നു എല്ലാവരുടെയും. ഒക്കെ നിത്യതയെ എത്തി, എങ്ങനെങ്കിലും എത്തിപ്പെട്ടെന്നിരിക്കട്ടെ. എത്തിപ്പെടുമ്പോൾ സ്വർഗം പറയുക, കർത്താവ് പറയാ, ഓക്കെ നീ ചെയ്ത് പ്രവർത്തിക്കുന്ന നിനക്ക് പ്രവർത്തിക്ക് ഞാൻ പ്രതിഫലം തരുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് പ്രതിഫലം കിട്ടുന്ന എന്തോത്തിനാ? വരത്തിനാണോ ഫലത്തിനാണോ? ഒക്കെ പറഞ്ഞാട്ടെ. എന്തോ? അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി. വരം ദൈവം തന്ന വരം ഓപ്പറേറ്റ് ചെയ്ത്, ദൈവം എനിക്ക് തന്നൊരു കൃപ ഓപ്പറേറ്റ് ചെയ്ത് ഞാൻ 4 പേരെ രക്ഷയെ കൊണ്ടുവന്നതിനോ, ദൈവം എനിക്ക് തന്നൊരു കൃപ ഓപ്പറേറ്റ് ചെയ്ത് ഞാൻ പ്രാർത്ഥിച്ച് ഒരാൾക്ക് സൗഖ്യം കിട്ടിയതുകൊണ്ടോ, ദൈവം എനിക്ക് തന്ന വരം ഓപ്പറേറ്റ് ചെയ്ത് ഭൂതത്തെ പുറത്താക്കിയത് കൊണ്ടോ, ദൈവം എനിക്ക് തന്നൊരു വരം ഓപ്പറേറ്റ് ചെയ്ത് ഞാൻ പ്രവചിച്ചത് കൊണ്ടോ, അതിന് വല്ലതൊക്കെ ഇവിടെ കിട്ടും. ദൈവമക്കളെ സ്വത്രാഴ്ച കിട്ടും. ഈ വരങ്ങളൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നവർക്ക് കോടീശ്വരന്മാരായിട്ടുണ്ട്. ആയിക്കോ, ഞാനൊന്നും എതിരല്ല. അത് ബിസിനസ് ആക്കുന്നതിനോടല്ല എനിക്ക് എതിർപ്പ്. ഈ വരങ്ങളൊക്കെ ഓപ്പറേറ്റ് ചെയ്തു, അതിനൊക്കെ ഇവിടെ പ്രതിഫലം കിട്ടുന്ന മേടിച്ചോ. പക്ഷെ നിത്യതയിൽ ചെല്ലുമ്പോ ഓപ്പറേറ്റ് ചെയ്ത വരത്തിന്റെ പേരിലല്ല നിങ്ങൾക്ക് പ്രതിഫലം കിട്ടുന്നത്. നിങ്ങൾ ഓപ്പറേറ്റ് ചെയ്ത പറ ഫലത്തിന്റെ പേരിലാണ്. പ്രതിഫലം നിർണയിക്കുന്നത് വരമല്ല, പ്രതിഫലം നിർണയിക്കുന്നത് വരമല്ല, ഫലമാണ്. മനസ്സിലായവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പൊ ഇതൊരു ഭയങ്കര മർമ്മമാണ്. അതുകൊണ്ട് വരം നിന്നുപോയി എന്നൊന്നും പറയണ്ട. ബാപ്റ്റിസ്റ്റുകാർ വരെ നിന്നുപോയി. ജ്ഞാനമോ അത് നീങ്ങിപ്പോവും, പ്രവചനം മാറിപ്പോവും, ഭാഷാവരം നിന്നു എന്ന് പറയുമ്പോൾ പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്. ഇതൊക്കെ മാറിപ്പോയേക്കാം, സ്നേഹം ഒരു നാളും ഉതിർന്നു പോകുകയില്ല. അതൊരു കോൺസെപ്റ്റൽ ഫ്രെയിംവർക്കാ. അതിന്റെ അർത്ഥം ഇതെല്ലാം നിന്നുപോയെന്നല്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ജ്ഞാനം നിന്നുപോയെന്ന് പറയും. ഇന്നത്തെ ജ്ഞാനം പണ്ടത്തെ ജ്ഞാനമാണോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇന്നത്തെ ജൻസിയോട് നിങ്ങൾക്ക് തർക്കിച്ച് ജയിക്കാവോ? ഈ കൂട്ടത്തിലുള്ള ഒരു 13-നും 29-നും വയസ്സിനിടയിലുള്ള ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും സഹോദരന്മാരായാലും ഞാൻ പറയാം, നിങ്ങൾക്ക് അവരോട് തർക്കിച്ച് ജയിക്കാനേ പറ്റത്തില്ല. നിങ്ങൾ എത്ര സ്കോളർ ആയാലും. എന്റെ ദൈവമേ, ഞാനൊരു 18-നും 25-നും ഇടയ്ക്ക് പ്രായമുള്ള പിള്ളേരെ 10-22 വർഷമായിട്ട് ബൈബിൾ കോളേജ് പഠിപ്പിക്കും. എനിക്കറിയത്തില്ലയോ? ആണിനെയും പെണ്ണിനെയും പഠിപ്പിക്കുന്നു. ഇതുമെല്ലാം വഴങ്ങുന്ന ടൈപ്പുകളാണ്, കീഴടങ്ങുന്ന ടൈപ്പുകളാണ്. അപ്പൊ പണ്ടത്തെക്കാൾ എന്ത് ചെയ്തു? എന്റെ മോൾ എപ്പോഴും പറയും, പപ്പായ്ക്ക് ഒരു അറിവില്ലെന്ന്, പപ്പ പൊട്ടനാന്ന് പറയും.
ഞാൻ പറയും ശരിയാണ്, നിന്നെ പഠിപ്പിച്ചതാണ് എന്റെ പൊട്ടത്തരത്തിന്റെ ഏറ്റവും വലിയ കാരണമെന്ന് ഞാൻ പറയും. പപ്പയ്ക്ക് ഇതൊന്നും മനസ്സിലാവത്തില്ല. എന്താ കാര്യം? അവരിപ്പോഴത്തെ ജനറേഷനാ, ജെൻസിയാണ്. നമ്മുടെ ജനറേഷൻ അവർക്ക് മനസ്സിലാകത്തില്ല. എക്സ് ജനറേഷനെ വൈ ജനറേഷൻ ഒന്നും അവർക്ക് മനസ്സിലാവത്തില്ല. ഇത്രയുള്ള കാര്യം. അപ്പോ എന്താ ഞാൻ പറഞ്ഞതിന്റെ സാരം? അതുകൊണ്ട് ഞാനും നിന്നുപോയില്ല. പണ്ടത്തെക്കാൾ ഞാനും വർദ്ധിച്ചില്ലേ? വർദ്ധിച്ചോ? ഇന്ന് നമ്മൾ ജീവിക്കുന്ന AI കാലത്തിലാ. നിങ്ങൾക്ക് ഒരു ചോദ്യത്തിനും നിങ്ങളുടെ വെൽത്തുമ്പിൽ ഉത്തരം കിട്ടാതിരിക്കത്തില്ല. അത് ഗ്രീക്ക് വേണോ വേദോസം വേണോ? ഇപ്പൊ ഞങ്ങളുടെ കോളേജിൽ പിള്ളേർ അസൈൻമെന്റ് എഴുതിക്കൊണ്ട് തരുന്നത് എങ്ങനെയാണെന്നറിയാം? നിങ്ങൾ കേട്ടാ ചിരിച്ചു പോകും. കഴിഞ്ഞ ദിവസം ഞങ്ങൾ റെഗുലർ പിടിക്കുകയായിരുന്നു. എന്താണ് ടോപ്പിക് കൊടുക്കുക അസൈൻമെന്റിന്റെ? ഈ ടോപ്പിക്ക് AI-യിലോട്ട് ChatGPT-യിലോട്ട് ഇട്ടിട്ട് അതിന്റെ കോൺസെപ്റ്റ് വാക്യോടെ കൊടുത്തിട്ട് പറയും എനിക്കൊരു അസൈൻമെന്റ് തയ്യാറാക്കി തരാൻ. എന്റെ കർത്താവേ, നല്ല ഒന്നാം തരം അസൈൻമെന്റ് തയ്യാറാക്കി കൊടുക്കും. അതിന്റെ അവസാനം ഫുട് നോട്ടും കൊടുക്കും, AI കൊടുക്കും. ഇപ്പൊ പല ഉപദേശകരെ പ്രസംഗിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഞായറാഴ്ച രാവിലെ എന്ത് ചെയ്യണം? ChatGPT ഓപ്പൺ ചെയ്തിട്ട് അതിനകത്തോട്ട് പറയണം ഈ വാക്യത്തെ അടിസ്ഥാനമാക്കി എനിക്കൊരു 3 point എക്സ്പോസിറ്ററി സർമൺ, അല്ലെ ഒരു നറേറ്റീവ് സർമൺ. ChatGPT ഒരു 2.5 പേജ് 3 വരിഞ്ഞ് തരും. അതൊന്ന് വായിച്ചു പഠിച്ചിട്ട് സുഖമായിട്ട് കയറി ഇന്ന് പ്രസംഗിക്കാം. ഉപദേശകന്മാർ കഷ്ടപ്പെടും. ബൈബിൾ കോളേജ് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല ഇപ്പം എന്ന് വന്നിരിക്കുന്നു. അപ്പൊ ഇതൊരു ഭയങ്കര വിഷയമാണ്. അതുകൊണ്ട് ഞാനും വർദ്ധിച്ചിരിക്കുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അത്രയുള്ള ആളുകൾ മറ്റേതെല്ലാം നിന്നുപോയി, ഇത് മാത്രം വളരട്ടെന്ന് പറഞ്ഞാൽ വെക്കുന്ന കാര്യമാണ്. പോയെങ്കിൽ എല്ലാം പോകണം, മനുഷ്യ മന്ദബുദ്ധികളാകണം. അപ്പൊ അതല്ല അതിന്റെ വസ്തുത. ഇതെല്ലാം ശബ്ദമായും യുദ്ധമായും ശുശ്രൂഷകൾ നടക്കണം എന്നാണ് വചനത്തിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കേണ്ടത്. പരിശുദ്ധാത്മ സ്നാനം ഓരോ വ്യക്തിയും വ്യക്തിപരമായി പ്രാപിക്കേണ്ടതാണ്. പരിശുദ്ധാത്മ സ്നാനം പ്രാപിക്കേണ്ടതിന് ചില കണ്ടീഷൻസ് ഉണ്ട്. പത്രോസ് പെന്തക്കോസ്ത് നാളിൽ പ്രസംഗിക്കുന്ന പ്രസംഗം കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 3:37, 2:37 എന്താ? പത്രോസ് യുവാക്കളെ പ്രസ്താവിക്കുമ്പോൾ തന്നെ അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ടവരായി പത്രോസിനോട് ശേഷം അപ്പോസ്തലനാണ്, സഹോദരന്മാരായ പുരുഷന്മാരെ ഞങ്ങൾ എന്താ ചെയ്യണം? ഇപ്പൊ പത്രോസിന്റെ മറുപടി, ആകയാൽ നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ. അടുത്ത വാക്യം എടുത്തില്ല. 38. എന്നാൽ പരിശുദ്ധാത്മാവെന്ന സാധനം ലഭിക്കും. എന്നാൽ പരിശുദ്ധ. അപ്പൊ ഇത് കേൾക്കണമേ. എന്നാൽ എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടം. എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവർക്ക് കൊടുക്കാൻ വെച്ചേക്കുന്നതാണ് എന്ത്? പരിശുദ്ധാത്മാവ്. പൗലോസ് പറയുന്ന വാക്കിന്റെ അർത്ഥം, നിങ്ങൾ രക്ഷിക്കപ്പെട്ട് സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് നൽകും. പണ്ടാരണ്ട് പറഞ്ഞ പോലെ ഒരു മനുഷ്യൻ വീട്ടിൽ രാവിലെ ഭാര്യ ചാപ്പാടൊന്നും ഉണ്ടാക്കി, എന്തൊക്കെയോ ഉണ്ടാക്കി. പുള്ളിക്കാർ പറഞ്ഞു ഇവിടെ തേങ്ങ എന്നല്ല മനുഷ്യ, ദോശയൊക്കെ ഉണ്ടാക്കി, ചമ്മന്തി ദോശയൊക്കെ ഉണ്ടാക്കി ചമ്മന്തി. പഴയ തട്ടുകട നടത്തുന്ന സമയത്താ, പഴയ പെട്ടിക്കട നടത്തുമ്പോ പുള്ളിക്കാരൻ പറഞ്ഞ എന്നാ നീ ഒരു കാര്യം ചെയ്യും, അവിടെ നീ ദോശയൊക്കെ ഉണ്ടാക്കിണ്ട് ഞാൻ ചമ്മന്തി മേടിച്ചോണ്ട് വരാം. കടയിൽ ചെന്നൊരു ചായക്കടയിലോട്ട് തൊട്ടടുത്തുള്ള പെട്ടിക്കടയിൽ ചെന്ന് ചോദിച്ച് അച്ഛാ ദോശ ഉണ്ടോ? ഉണ്ടല്ലോ, എന്താ വിലയാ? അത് ഒരെണ്ണത്തിന് 1 രൂപ. അപ്പം ഉണ്ടോ? എന്താ വിലയാ? അതിനൊരെണ്ണത്തിന് 1 രൂപ. പിന്നെന്തോ ഉണ്ട്? ചമ്മന്തി ഉണ്ട്, അതിനെന്താ വില? അതിന് വിലയില്ല. എന്നാ ഒരു കാര്യം ചെയ്യും, എനിക്ക് 1 ഗ്ലാസ് ചമ്മന്തി ആകുന്നു. നല്ലൊരു കാര്യം ചെയ്യും, എനിക്ക് 1 ഗ്ലാസ് ചമ്മന്തി. അപ്പൊ ആ ചായക്കടക്കാരൻ പറഞ്ഞു, എന്റെ പൊന്ന് തോമാച്ചാ, ഇത് ദോശയും അപ്പവും ഒക്കെ കാശ് ഒന്ന് മേടിക്കുന്നവർ കൊടുക്കാനായി ചമ്മന്തി, ഇതിന് വിലയില്ലാതെ കൊടുക്കുന്ന പറഞ്ഞേ വന്നു കയറുന്ന എല്ലാവർക്കും കൊടുക്കാനുള്ളതല്ല. ദോശയും അപ്പവും ഒക്കെ വില തന്ന് മേടിക്കുന്ന പുള്ളികൾക്ക് കൊടുക്കാനുള്ളതാണ് എന്ത്? പരിശുദ്ധാത്മാവ്. ദോശയും അപ്പം മേടിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനല്ല. ഞാൻ ഉദാഹരണം പറഞ്ഞു, സോറി, ഐ നോട്ട് ജോക്കിംഗ്. സീരിയസ് കാര്യം ഞാൻ പറയാം. ഈ പറഞ്ഞതിന്റെ സാരം രക്ഷിക്കപ്പെട്ട് സ്നാനം. ഒരാൾക്ക് എന്നോട് കരുണ തോന്നും. ഇപ്പം പത്രോസ് കൊർന്നേലിയോസിന്റെ ഭവനത്തിൽ പ്രസംഗിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും എന്ന് പറഞ്ഞ വചനം കേട്ടവർക്ക് ഒത്തുകൊണ്ട് ഹൃദയത്തിൽ കർത്താവിന് എന്ത് ചെയ്തു? സമർപ്പിച്ചു. ആ വചനത്തുമ്പിൽ കൈവക്കി കാണുമെന്ന് എനിക്കറിയത്തില്ല. സമർപ്പിച്ചപ്പോൾ ആത്മാവ് വന്നു. എന്തിനാ? സ്നാനപ്പെടുന്നതിന് മുമ്പ് അവർക്ക് ആത്മാവ് കൊടുത്തേ. ലോജിക്കൽ ആർഗ്യുമെന്റ്. അവരൊറ്റ കോണ്ടസ്റ്റിലേ ഉള്ളൂ, സ്നാനപ്പെടുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവ് പകർന്ന്. പറയാമോ?
ഒമ്പതാമത്തെ അപ്പോസ്തലത്തിൽ 19-ാം അധ്യായത്തിലും അപ്പോസ്തലത്തിൽ 7-ാം അധ്യായത്തിലും ഒക്കെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവ് സ്നാനപ്പെട്ടവർക്കാണ് കൊടുത്തത്. പക്ഷേ അപ്പോസ്തലത്തിൽ 10-ാം അധ്യായത്തിൽ മാത്രം സ്നാനപ്പെടുന്നതിന് മുമ്പ് പത്രോസിന്റെ പ്രസംഗം കേട്ട അവർക്ക് എല്ലാവർക്കും പരിശുദ്ധാത്മാവ് കൊടുത്തു. അന്യഭാഷ സംസാരിച്ചു. പറ, വേഗം പറ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കൊടുത്ത അവർക്ക് സ്നാനം ഇനി നിഷിദ്ധമല്ല സർ. സ്നാനം നിഷിദ്ധമല്ലെന്ന് അതാരാ പറഞ്ഞേ സർ? കാരണം അവർക്ക് പരിശുദ്ധാത്മാവിന്റെ, കാരണം യൗവനരായോണ്ട് അവർക്ക് സ്നാനം കൊടുക്കാതിരിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ അവർക്ക് എന്താ സ്നാനം കൊടുക്കാതിരിക്കുന്നത്? പോയിന്റ് പറയുമ്പോ എന്റെ സപ്പോർട്ടിങ് ആർഗ്യുമെന്റ് പറയണം. നിങ്ങളെ വാക്യം ഒന്നുകൂടെ ശ്രദ്ധിച്ച 10-ാം അധ്യായം 36-ാം വാക്യം, 36, 37. എല്ലാവരുടെയും കർത്താവ് യേശു 33 മുതൽ വായിക്കും. ക്ഷണത്തിൽ ഞാൻ നിന്റെ അടുക്കൽ ആളയച്ചു, നീ വന്നത് ഉപകാരം. കർത്താവ് നിന്നോട് കൽപ്പിച്ചതൊക്കെയും കേൾപ്പാൻ ഞങ്ങൾ എല്ലാവരും ഇവിടെ ദൈവത്തിന്റെ മുമ്പാകെ കൂടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ കർത്താവ് പറയുന്ന എല്ലാം കേൾക്കാൻ അവർ ഒരുങ്ങി കൂടിയിരിക്കുകയായിരുന്നു. അവരൊരു സമർപ്പണത്തോടെ ഇരുന്നേത് വചനം കേൾക്കാൻ. റോമാലേഖനം പറയുന്നതെല്ലാം ആര് വായിക്കാതെ എങ്ങനെ പ്രസംഗിക്കുന്നതിനല്ലാതെ എങ്ങനെ കേൾക്കും അല്ലേ? അപ്പൊ കേട്ടു, വചനം കേൾക്കാൻ അവർ തയ്യാറായി ഒരുങ്ങിയിരിക്കുകയായിരുന്നു. അടുത്ത പറ. അപ്പോൾ പത്രോസ് വായ് തുറന്ന് പറഞ്ഞു തുടങ്ങിയത്, ദൈവത്തിന് മുഖപക്ഷമില്ല എന്നും ഏത് ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നുവെന്നും ഞാൻ ഇപ്പോൾ യഥാർത്ഥമായി ഗ്രഹിക്കുന്നു. അപ്പൊ നീതി പ്രവർത്തിക്കുന്ന അംഗീകരിക്കുന്നു, ഞാൻ യഥാർത്ഥമായി ഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ കൊർന്നേലിയോസിന്റെ പ്രാർത്ഥനയും അയാളുടെ ദാനധർമ്മങ്ങളും അയാളുടെ കാര്യങ്ങളും എല്ലാം ആരുടെ സന്നിധി ചെന്നു? ദൈവസന്നിധി. വായിച്ചോളൂ. അവൻ എല്ലാവരുടെയും കർത്താവായ യേശുക്രിസ്തു മൂലം സമാധാനം സുവിശേഷിച്ചുകൊണ്ട് ഇസ്രായേൽ മക്കൾക്ക് അയച്ച വചനം. യോഹന്നാൻ പ്രസംഗിച്ച സ്നാനത്തിന്റെ ശേഷം ഗലീലയിൽ തുടങ്ങി യഹൂദയിലൊക്കെയും ഉണ്ടായ വർത്തമാനം. നസറേനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തും ദൈവം അവനോടുകൂടെ ഇരുന്നത് കൊണ്ട് അവൻ നന്മ ചെയ്തും പിശാച് ബാധിച്ചവരെ ഒക്കെയും സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ. അപ്പം അത് അവർക്ക് അതിനെക്കുറിച്ച് ഒരു അറിവുണ്ട്. അവർക്ക് അതിനെക്കുറിച്ച് എന്തുണ്ട്? അറിവുണ്ട്. അടുത്ത യഹൂദദേശത്തിലും യെരുശലേമിലും അവൻ ചെയ്ത അവരിപ്പോ എവിടെയാണ്? കൈസരിയയിലാണ്. കൈസരിയ എന്ന് പറഞ്ഞാൽ സീസരിയ. ഇറ്റാലിയൻ പട്ടാളമാണെങ്കിലും സീസരിയ എന്ന് പറയുന്ന പാലസ്തീന്റെ ഭാഗമായിട്ടുള്ള സ്ഥലമാണ് കൈസരിയ. ഓക്കെ, അപ്പൊ അവർക്ക് അതിനെ കുറിച്ച് അറിയാം. അടുത്തത്, ഞങ്ങൾ സാക്ഷികളാകുന്നു. അവനെ അവർ മരത്തിന്മേൽ തൂക്കിക്കൊന്നു. അവർ മരത്തിന്മേൽ തൂക്കിക്കൊന്നു. ദൈവം അവനെ 3-ാം നാൾ ഉയർത്തെഴുന്നേൽപ്പിച്ചു. സകല ജനത്തിനുമല്ല, ദൈവം മുമ്പ് കൂട്ടി നിയമിച്ച സാക്ഷികളായി അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം അവനോടുകൂടെ തിന്നു കുടിച്ചവരായ ഞങ്ങൾക്ക് തന്നെ പ്രത്യക്ഷനാക്കി തന്നു. ജീവികൾക്കും മരിച്ചവർക്കും ന്യായാധിപതിയായ ദൈവത്താൽ നിയമിക്കപ്പെട്ടവൻ അവൻ തന്നെ എന്ന് ജനത്തോട് പ്രസംഗിച്ചു സാക്ഷീകരിപ്പാൻ അവൻ ഞങ്ങളോട് കൽപ്പിച്ചു. അവനിൽ വിശ്വസിക്കുന്ന ഏവനും അവന്റെ നാമം മൂലം പാപമോചനം ലഭിക്കുമെന്ന് സകല പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. ശ്രദ്ധിക്കൂ. 1 തെസ്സലോനിക്കർ 2-ാം അധ്യായം 13-ാം വാക്യം, ഞങ്ങൾ പ്രസംഗിച്ച വചനം നിങ്ങൾ കേട്ടു, അത് മനുഷ്യന്റെ വചനമായിട്ടല്ല, സാക്ഷാലാകുന്ന പോലെ ദൈവവചനമായി നിങ്ങൾ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു. വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിക്കുന്നു. അപ്പൊ വചനം കേട്ടു. അവർ കേട്ട വചനം അവർക്ക് വിശ്വാസമായി പരിണമിച്ചു. അപ്പോൾ അവരുടെ മേൽ എന്ത് വ്യാപരിച്ചു? പരിശുദ്ധാത്മാവ് വ്യാപരിച്ചു. അടുത്ത വാക്യം വായിക്കൂ. അവർ അന്യഭാഷകളിൽ സംസാരിക്കുന്നതും ദൈവത്തെ മഹത്വീകരിക്കുന്നതും കേൾക്കയാൽ പത്രോസിനോട് കൂടെ അതാണ് ഹൈലൈറ്റ്. പത്രോസിനോട് കൂടെ വന്ന പരിച്ഛേദനക്കാരായ വിശ്വാസികൾ കണ്ടോ. ലൂക്കോസ് കൃത്യമായി പത്രോസിന്റെ കൂടെ വന്ന വിശ്വാസികൾ എന്ന് പറയാതെ പത്രോസിന്റെ കൂടെ വന്ന പരിച്ഛേദനക്കാരായ വിശ്വാസികൾ. അതെന്തിനാ പരിച്ഛേദനക്കാരായ വിശ്വാസികൾ എന്ന് ലൂക്കോസോട് കൃത്യമായി രേഖപ്പെടുത്തിയത്? വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ പോരായോ? അവൻ ഓർത്തഡോക്സുകാരനും അവൻ മർത്തോമക്കാരനും അവൻ ചർച്ച കൂടുകാരനും അവൻ അസംബ്ലീസ് കൂടുകാരൻ എന്ന് പറയേണ്ട കാര്യമുണ്ടോ? ഈ വന്നിരിക്കുന്ന എല്ലാം ദൈവമക്കളാണെന്ന് പറഞ്ഞാൽ പോരായോ? എന്ത് പരിച്ഛേദനക്കാരായ ക്രിസ്ത്യാനി ആളുകൾ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്തോ?
പത്രോസിനോട് കൂടുന്ന പരിച്ഛേദനക്കാരായ വിശ്വാസികൾ പരിശുദ്ധാത്മാവ് എന്ന ദാനം. പരിച്ഛേദനക്കാരായ വിശ്വാസികൾ എന്ന് പറഞ്ഞ അർത്ഥം എന്താന്ന് പറ. പുസ്തകം വായിച്ച് നിനക്ക് മനസ്സിലാവത്തില്ലേ? സ്നാനമേറ്റവര്. എന്തോ? യഹൂദന്മാർ സ്നാനമേറ്റു. യഹൂദന്മാരിൽ നിന്ന് ക്രിസ്തുവിനെ അനുഗമിച്ചവര് അവരാണ് അങ്ങനെ പിന്നെ പത്രോസ് പരിച്ഛേദനക്കാരനാണോ? യഹൂദന്മാരിൽ നിന്ന് ക്രിസ്തുവിനെ അംഗീകരിച്ചവരല്ലേ പൗലോസ്? അയാൾ പരിച്ഛേദനക്കാരനാണോ? ആ വാക്യം നിങ്ങൾ ഇത്രയും നാൾ വേദോസ് വായിച്ച് അപ്പോസ്തലത്തിൽ എത്ര പ്രസംഗം കേട്ടിട്ടുണ്ട്. നിങ്ങൾ പ്രസംഗിച്ച പാസ്റ്റർമാരല്ലേ ഇരിക്കുന്നേ. ഈ വാക്യത്തിന്റെ പൊരുൾ പറ. എന്തേ ബിനു പാസ്റ്റർ, എന്തേ ബിനു ജെയിംസ്, മുംബൈ? അലക്സാണ്ടർ പറഞ്ഞാൽ അലക്സാണ്ടർ പട്ടാളത്തിൽ ഒരു ഭീരുവായ പട്ടാളക്കാരനാണ്. അവൻ യുദ്ധം കാണുമ്പോൾ അവനങ്ങ് വിറയല. അവന് ചുണ്ടും കൈയും കാലും ഒക്കെ കൊച്ചു വലിക്കും. കാരണം അലക്സാണ്ടർ നോക്കിയപ്പോ ഒരു ചെറുപ്പക്കാരൻ, നല്ല ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരൻ, അവനിങ്ങനെ കൊച്ചു വലിക്കുന്നു. അലക്സാണ്ടർ ഭയങ്കര വിഷമം തോന്നി. യുദ്ധം മുറുകുമ്പോ അവൻ പേടിച്ചു പറഞ്ഞു. അപ്പൊ അവനെ വിളിച്ച് എന്ത് പറ്റിയടാ? അത് എനിക്ക് യുദ്ധം കാണുമ്പോ പേടിയാടാ. നീ യുദ്ധത്തിനല്ലേ പട്ടാളത്തിൽ ചേർന്ന്? ഞാൻ പിന്നെന്താ നിന്റെ പേരെന്തുവാടാ? അപ്പൊ അവൻ പറയാം എന്റെ പേര് അലക്സാണ്ടർ എന്നാണെന്ന്. ആരുടെ പേര്? ആ പട്ടാളക്കാരൻ പറയാം എന്റെ പേര് നിങ്ങളെ കൊണ്ട് ഞാൻ തോറ്റ് മിണ്ടെന്നേ. അപ്പൊ അലക്സാണ്ടർ ചക്രവർത്തിയായ അലക്സാണ്ടർ പറഞ്ഞ എന്താണെന്നറിയാവോ? ഒന്നി നീ യുദ്ധം ചെയ്യണം പട്ടാളക്കാരനെ, അല്ലെങ്കിൽ നിന്റെ പേര് മാറ്റണം. കാരണം എന്നെ പോലെ എന്റെ പേര് വഹിച്ചുകൊണ്ട് നീ പട്ടാളക്കാരനായിരുന്ന് പട കാണുമ്പോ പേടിക്കുന്ന നിന്നെ എന്റെ പേര് വഹിക്കുന്ന എനിക്ക് തന്നെ നാണക്കേടാ. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒന്ന്, നിങ്ങൾ പേര് മാറ്റണം, അല്ലെങ്കിൽ നിങ്ങൾ പുസ്തകം എന്താന്ന് പറയണം. ഞാൻ ചരിത്രമൊന്നുമല്ല ചോദിക്കുന്നത്, വേദോസ്തല കാര്യം ചോദിക്കുന്നത്. പത്രോസിന്റെ കൂടെ വന്ന പരിച്ഛേദനക്കാർ എന്നുള്ള പ്രയോഗം ലൂക്കോസ് എന്തുകൊണ്ടാണ് പറഞ്ഞത്? കമോൺ ഫാസ്റ്റ്. അവര് സ്നാനമേറ്റവരായിരുന്നു. എന്റെ കണ്ണു കരുതാവേ, ഈ ചോദ്യത്തിന് മറുപടി പറ. അസ്യൂം ചെയ്യാതെ ഒട്ടകണ്ട മാവേലേറ് പോലെ. നിങ്ങൾ വേർപാടുകാരൊക്കെ ഇതെല്ലാം അസംഷനാ. നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയത്തില്ലെന്ന് പറ. അത് പറ. ബാക്കിയെല്ലാം നിങ്ങൾ പൊട്ടക്കണ്ട മാവേലേറാ. സി അന്നത്തെ യഹൂദ ക്രിസ്ത്യാനികളിൽ ഒരു കൂട്ടം ആളുകൾ ഒരാൾ ജാതികളിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് ക്രിസ്ത്യാനി ആയാൽ അയാൾ ആദ്യം യഹൂദ മതം സ്വീകരിക്കണം. യഹൂദ മതത്തിന്റെ ചടങ്ങുകളും ചട്ടങ്ങളും അനുസരിച്ച് പരിച്ഛേദന കഴിക്കണം. അതുപോലെ യഹൂദന്മാരുടെ പ്രോസലൈറ്റ് ബാപ്റ്റിസം, യഹൂദന്മാരുടെ ഒരു ബാപ്റ്റിസം ഉണ്ട്. എന്നുവെച്ചാൽ യഹൂദ മര്യാദ. അതുകൊണ്ട് പൗലോസ് ചോദിക്കുന്ന, പത്രോസിനോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. യെരുശലേം കൗൺസിൽ നടക്കുമ്പോൾ നീ ചെന്ന് ജാതികളോട് തിന്നു കുടിച്ചിട്ട് അവസാനം പരിച്ഛേദനക്കാരെ ആളുകൾ വന്നപ്പോ നീ മാറി നിന്ന് എന്താന്ന് പത്രോസിന്റെ ഒക്കെ കഴുത്തോടെ ചോദിച്ചു പൗലോസ്. എന്ന് പറഞ്ഞാൽ പൗലോസ് പറഞ്ഞ അതുകൊണ്ടാണ് ന്യായപ്രമാണത്തിന്റെ പ്രകാരം ഒരു ജഡവും നീതീകരിക്കപ്പെടുന്നില്ലാതിരിക്കെ നമുക്കോ നമ്മുടെ ഒന്നാമത്തെ കൗൺസിൽ 15-ാം അധ്യായം അപ്പോസ്തലർത്തി നമുക്കോ നമ്മുടെ പിതാക്കന്മാർക്കോ അനുഷ്ഠിക്കാൻ കഴിയാത്ത ന്യായപ്രമാണത്തിന്റെ ചൊല്ലുകളും ചൊലുത്തുകളും ഒന്നും ജാതികളിൽ നിന്ന് രക്ഷിക്കപ്പെട്ടവர்கள் വെച്ച് കെട്ടണ്ട. അപ്പൊ ഈ പുള്ളികളെ സ്നാനപ്പെടുത്തി രക്ഷിക്കപ്പെടുത്താതെ ഇവരെ പരിച്ഛേദനയൊക്കെ കഴിപ്പിച്ച് കുറെ ചടങ്ങുമൊക്കെ നടത്തിയിട്ടേ ഇവരെന്ത് ചെയ്യത്തുള്ളായിരുന്നു? സ്നാനപ്പെടുത്തത്തുള്ളായിരുന്നു. അതിന് തമ്പുരാൻ ഒരു മരുന്നിട്ടതാണ്. മക്കളെ, നിങ്ങൾ പരിച്ഛേദന കഴിച്ച് അവരെ ഈ യഹൂദ മര്യാദയൊക്കെ അടുപ്പിച്ചിട്ട് അല്ലടാ, എന്റെ ആത്മാവിനെ ഞാൻ അവരുടെ മേൽ പകർന്നിരിക്കുന്നു. അതുകൊണ്ടാ പത്രോസ് അവിടെ ലൂക്കോസ് ചോദിക്കുന്നേ, അവര് ചോദിക്കും നമ്മളെപ്പോലെ ദൈവം വിശുദ്ധീകരിച്ച് വേർതിരിച്ച് അഭിഷേകിച്ച ഇവരെ സ്നാനപ്പെടുത്താതിരിക്കാൻ വെള്ളം വിലക്കുവാൻ ആർക്ക് കഴിയും? എല്ലാം പിടികിട്ടിയോ? ഒരു വാക്യം വായിച്ചാൽ അതിന്റെ വസ്തുത എന്താന്ന് അന്വേഷിക്കണം. ചുമ്മാ എന്നും ദാനിയേലും ഏലിയാവും പ്രസംഗിച്ച് നടക്കുക ഉപദേശിമാർ. ഞാൻ പോകുന്നിടത്തെല്ലാം പള്ളു പറയും ആളുകളെ. അബ്രഹാമിനെ കുറിച്ച് പ്രസംഗിച്ച് എത്ര പേര് രക്ഷിക്കപ്പെടും? ദാനിയേലിനെ എസ്തേറിനെ പ്രസംഗിച്ച് എത്ര പേര് രക്ഷിക്കപ്പെടും? സങ്കീർത്തനം ദാവീദിനെ പ്രസംഗിച്ച് കൂട്ടുക. ആർക്കെങ്കിലും വല്ല മാനസാന്തരം ഉണ്ടോ? ആളുകൾ മാനസാന്തരപ്പെടണമെങ്കിൽ സുവിശേഷം പ്രസംഗിക്കണം, യേശുവിനെ പ്രസംഗിക്കണം. നമ്മുടെ ആളുകളുടെ കണ്ണ് തുറക്കണം. ലിവിറ്റ്. ആത്മാവിന്റെ വരങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘ, ദയഭയം. ആത്മാവിന്റെ വരങ്ങൾ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. കൃപാവരങ്ങൾ 1 കൊരിന്ത്യർ ലേഖനം റോമാലേഖനം 12-ാം അധ്യായത്തിന്റെ 6 മുതൽ 8 വരെ, 1 കൊരിന്ത്യർ ലേഖനം 1:7, 12-ന്റെ 1 മുതൽ 7-ന്റെ 10, 7 മുതൽ 10 വരെ, എഫെസ്യ ലേഖനം 4-ാം അധ്യായം 7-ാം വാക്യം. ഈ വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ ആത്മാവിന്റെ വരങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. ആത്മാവിന്റെ ഫലവും ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. അപ്പോ ഈ കാര്യങ്ങൾ കൃത്യമായി തിരിച്ചറിയുക.
ആത്മാവിന്റെ വരവും ഫലവും തമ്മിൽ വ്യത്യാസമുണ്ട്. ആ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കും. സോ ദിസ് ഈസ് അബൌട്ട് പരിശുദ്ധാത്മ സ്നാനം. ഒക്കെ കൃപാവരങ്ങൾ. അടുത്തതിന് എന്താ എടുക്കേണ്ടത്? വേർപാടൊന്നും തിയോളജിയുടെ ഭാഗമല്ല. ഞാൻ let me come to സഭാശാസ്ത്രം. എന്താണ് സഭാശാസ്ത്രം? നമ്മളിപ്പോ എന്തൊക്കെ കവർ ചെയ്തു എന്നറിയാമോ? എന്തൊക്കെ കവർ ചെയ്തു? ദൈവശാസ്ത്രം, ക്രിസ്തുശാസ്ത്രം, ശാസ്ത്രം, ന്യൂമറ്റോളജി, പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള പഠനം, സോറ്റിയോളജി. അതിന് മുമ്പുണ്ട് നരവംശാസ്ത്രം, ഹാമാർഷ്യോളജി, പാപശാസ്ത്രം, പിന്നെ എക്ലീസിയോളജി നമ്മൾ തൊട്ടായിരുന്നോ? ഇല്ല. സഭാശാസ്ത്രം തൊട്ടോ? ഇല്ല ഇല്ല ഇല്ല, വരുന്നേ ഉള്ളൂ. രക്ഷാശാസ്ത്രം നിങ്ങൾ ശ്രദ്ധിക്കൂ. ദൈവശാസ്ത്രം അഥവാ തിയോളജി, ക്രിസ്തുശാസ്ത്രം ക്രിസ്റ്റോളജി, പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ന്യൂമാറ്റോളജി, ആന്ത്രോപോളജി മരവശാസ്ത്രം, ഹാമാർഷ്യോളജി പാപശാസ്ത്രം, സോറ്റീരിയോളജി രക്ഷാശാസ്ത്രം, പിന്നെ ആത്മാവിന്റെ നിറവും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളും. ഇപ്പൊ നമ്മൾ ഇനി ചിന്തിക്കാൻ പോകുന്നത് എന്താണ്? സഭയെ കുറിച്ചാണ്. സഭാശാസ്ത്രം. എന്താണ് സഭ? വേഗം പറഞ്ഞോളൂ. വിളിച്ചു വേർതിരിക്കപ്പെട്ട രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് സഭ. രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് സഭ. ഓക്കെ. വേദപുസ്തകത്തിൽ സഭ എന്നതിന് പല ഡെഫിനിഷൻസ് കൊടുത്തിട്ടുണ്ട്, പല വാക്കുകളുണ്ട്. പ്രധാനമായും ഗ്രീക്കിൽ എക്ലീസിയ എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഫ്രം, കാലയോ എന്ന് പറഞ്ഞാൽ കാള്, വിളിക്കുക. എക്ലീസിയ വിളിച്ചു വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടം എന്നാണ് അതിന്റെ അർത്ഥം. പഴയ നിയമത്തിൽ സഭ എന്ന് കാണിക്കാൻ 2 പദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഈദ എന്ന് പറയുന്ന പദവും കഹാൽ എന്ന് പറയുന്ന പദവും. ഈദ എന്ന പദവും കഹാൽ എന്ന് പറയുന്ന പദവും ഇതിന് ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ജനം എന്നർത്ഥം. എന്നാൽ ഈ 2 പദങ്ങളിൽ വ്യത്യസ്തമായി ഗ്രീക്കിൽ എക്ലീസിയ എന്ന പദം കാണുന്നു. സിനഗോഗും ചിലയിടത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. സുന്ന എന്ന് പറഞ്ഞാൽ വിത്ത്, അഗോ എന്ന് പറഞ്ഞാൽ കം ടുഗദർ ഓർ ഗോ ടുഗദർ, ഒന്നിച്ചു വരിക, ഒന്നിച്ചു പോകുക എന്നൊക്കെയുള്ള അർത്ഥത്തിൽ സിനഗോഗ്. നമ്മൾ പുതിയ നിയമത്തിൽ അവർ പള്ളിയിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ, പള്ളിയിലേക്ക് പോയപ്പോൾ, യേശു പള്ളിയിൽ നിന്ന് ഇറങ്ങിയപ്പോ ഒരു കുഷ്ഠരോഗി എന്ന് അവിടെയൊക്കെ പറയുന്ന സിനഗോഗാണ് പള്ളി എന്ന് പറയുന്നത്. പക്ഷെ സഭ എന്ന് പറയുന്നതിന് എക്ലീസിയ എന്ന പദമാണെന്ന് നാം മനസ്സിലാക്കണം. എക്ലീസിയ എന്ന പദം ഏതെങ്കിലും ഒരു പ്രദേശത്ത് ക്രിസ്തുവിനെ സ്വീകരിച്ച വിശ്വാസികൾ ഒരു കൂട്ടം എന്ന നിലയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ യൂണിവേഴ്സൽ സഭ മൊത്തത്തിലുള്ള അർത്ഥത്തിൽ ലോകവ്യാപകമായ സഭയെ എക്ലീസിയ എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു സ്ഥലത്തെ സഭയെ എക്ലീസിയ എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. ഉദാഹരണം പറയാം, ഇന്ത്യൻ ചർച്ച്, ബ്രിട്ടീഷ് ചർച്ച്, അമേരിക്കൻ ചർച്ച് എന്നൊക്കെ പറഞ്ഞാൽ എന്താ? ഇന്ത്യൻ ചർച്ച് ഒരു കഷ്ടതയിലൂടെ കടന്നു പോവുകയാണ് എന്ന് പറഞ്ഞാൽ എന്തുവാ? യൂണിവേഴ്സൽ മഴ പെയ്യുന്നു. യൂണിവേഴ്സൽ എക്ലീസിയ. എന്തോ യൂണിവേഴ്സൽ സഭ. ഞാൻ ചോദിച്ചത് എന്താ അരി എത്ര എന്ന് ചോദിക്കുമ്പോ പയറഞ്ഞാടി നല്ല പറയാൻ പറഞ്ഞേ. ഞാൻ ചോദിച്ച ഇന്ത്യൻ സഭ എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? ഇന്ത്യയിലെ സഭ, അമേരിക്കൻ സഭ, ഓസ്ട്രേലിയൻ സഭ, ചൈനീസ് സഭ, ഇന്ത്യയിലെ ദൈവസഭകള്. ഉറക്കെ പറ, ഒരാൾ ഉറക്കെ പറ. ഇന്ത്യയിലെ മൊത്തം ദൈവസഭകളെയാണ് പറയുന്നത്. ഇന്ത്യയിലെ എല്ലാ ക്രിസ്ത്യാനികളും ഒന്നിച്ചു ചേർത്താണ് ഇന്ത്യൻ സഭ എന്ന് വിളിക്കുന്നത്. പക്ഷെ കത്തോലിക്ക സഭ എന്ന് പറയുമ്പോൾ കത്തോലിക്കരെ മാത്രം വിളിക്കുന്നു. പ്രൊട്ടസ്റ്റന്റ് സഭ പ്രൊട്ടസ്റ്റന്റുകാരെ മാത്രം വിളിക്കുന്നു. നേരെ മറിച്ച് ചർച്ച് യൂണിവേഴ്സലിന് ഇതിനെല്ലാം എക്ലീസിയ എന്ന് പറയാം. മനസ്സിലായോ? ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്ത് കൊരിന്തിലെ സഭ, എഫെസോസിലെ സഭ, ഒരു പ്രത്യേക സ്ഥലത്തുള്ള സഭയെ സഭയെന്ന് വിളിക്കുന്നു. ഒരു ജനം കൂടിയിരിക്കുന്നതിന്, ഇപ്പം ഫിലോമോനിലെ ഒരു വീട്ടിലെ സഭ,
ഒരു സ്ഥലത്ത് കൂടി വരുന്ന ഒരു കൂട്ടം ജനത്തെ, ഒരു പ്രദേശത്തെ സഭയെ, ഒരു രാജ്യത്തെ സഭയെ, യൂണിവേഴ്സ് സഭയൊക്കെ ഇങ്ങനെ സഭയെന്ന് വിളിക്കും. പിന്നെ ഡിനോമിനേഷൻസിനെ എന്ത് വിളിക്കാറുണ്ട്? മാർത്തോമാ സഭ, ഓർത്തഡോക്സ് സഭ, പാർത്തരാക്കി സഭ, കത്തോലിക്ക സഭ. അല്ലോ നിങ്ങൾക്ക് മനസ്സിലായോ? ഇങ്ങനെ വ്യത്യസ്ത അർത്ഥങ്ങളിൽ സഭ എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ക്രിസ്തീയ ദൈവശാസ്ത്ര സഭ എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ സുവിശേഷത്താൽ സ്പർശിക്കപ്പെട്ടവരും. ക്രിസ്തീയ ദൈവശാസ്ത്രത്തിൽ സഭ എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ സുവിശേഷത്താൽ സ്പർശിക്കപ്പെട്ടവരും രൂപാന്തരം പ്രാപിച്ചവരും പൂർണ്ണമായും പരിശുദ്ധാത്മാവിൽ നിയന്ത്രിക്കപ്പെടുന്നവരുമാണ്. സഭ എന്നത് അദൃശ്യമായ ദൈവരാജ്യത്തിന്റെ സാന്നിധ്യമുള്ള ഒരു സ്ഥലമാണ്. ഈ സ്ഥലത്ത് ദൈവരാജ്യ മൂല്യങ്ങളായ ന്യായം, നീതി, സമാധാനം, സന്തോഷം എന്നിവ പരിപോഷിക്കപ്പെടുന്നു. മറ്റ് ക്രിസ്തീയ സമൂഹങ്ങളെ പോലെ തന്നെ പെന്തക്കോസ്തരും ക്രിസ്തു പൂർണ്ണമായി വസിക്കുന്ന സ്ഥലമാണ് സഭ എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ക്രിസ്തു അദൃശ്യമായി അവതരിച്ച ഒരു സ്ഥലമാണ് സഭ. മേൽ പറയപ്പെട്ട നിർവചനങ്ങളിൽ നിന്ന് സഭ ഒരു സ്ഥാപനമായിട്ടല്ല മനസ്സിലാക്കപ്പെടുന്നത്, മറിച്ച് അതിന്റെ സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ ആണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, സഭയ്ക്ക് വേദപുസ്തകത്തിൽ പല പേരുകൾ പറഞ്ഞിട്ടുണ്ട്. സഭയ്ക്ക് വേദപുസ്തകത്തിൽ പല പേരുകൾ പറഞ്ഞിട്ടുണ്ട്. 1 കൊരിന്ത്യർ 3:9 വേഗം വായിക്കൂ. നിങ്ങൾ കർത്താവിന്റെ ഞങ്ങൾ കൂട്ടുവേലക്കാരൻ, വായിച്ചേ. ദൈവത്തിന്റെ കൂട്ടുവേലക്കാരൻ. നിങ്ങൾക്ക് 3:9 ഞങ്ങൾ ദൈവത്തിന്റെ കൂട്ടുവേലക്കാരൻ, നിങ്ങൾ ദൈവത്തിന്റെ കൃഷി, ദൈവത്തിന്റെ ഗൃഹനിർമ്മാണം. ദൈവത്തിന്. അപ്പൊ സഭയെ ദൈവത്തിന്റെ കൃഷി എന്നും ദൈവത്തിന്റെ ഗൃഹനിർമ്മാണം എന്ന് വായിക്കാം. മനസ്സിലായോ? ഈ 3:16 വായിച്ചേ. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം. അപ്പൊ മന്ദിരം, ടെമ്പിൾ, ദൈവത്തിന്റെ മന്ദിരം എന്ന് സഭയെ വിളിക്കുന്നു. ടെമ്പിൾ എന്നുള്ളതിനെ നാവോസ് എന്ന് അവിടെ വിളിക്കുന്നത്. അതിന്റെ അർത്ഥം പഴയ നിയമത്തിലെ അതിവിശുദ്ധ സ്ഥലമെന്നാണ്. ഇനി 2 കൊരിന്ത്യർ 6:16 വായിച്ചേ. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം എന്ന് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ നിങ്ങൾ താതാങ്ങൾ. വായിക്കേ. 6:16 ദേവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോഗ്യത? നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ. ജീവനുള്ള ദൈവത്തിന്റെ ആലയം എന്ന് വിളിക്കുന്നു. എഫേസ്യർ 2:20 മുതൽ 22 വരെ അവനിൽ കെട്ടിടം മുഴുവൻ യുക്തമായും മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും അടിസ്ഥാനത്തിൽ പണിതിരിക്കുന്നു. അടുത്ത അവനിൽ കെട്ടിടം മുഴുവനും യുക്തമായി ഒരു കെട്ടിടം വിശുദ്ധ മന്ദിരമായി വളരുന്നു. അപ്പൊ ഇങ്ങനെ വ്യത്യസ്ത തലങ്ങളിൽ സഭയെ പുതിയ നിയമത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ റോമാലേഖനം 12:4, 1 കൊരിന്ത്യർ 12:12 മുതൽ 27 വരെ സഭ ക്രിസ്തുവിന്റെ ശരീരം. സഭ ക്രിസ്തുവിന്റെ ശരീരം. ഈ ശരീരത്തിന്റെ തലയാകുന്ന ക്രിസ്തു. അപ്പൊ ആ അർത്ഥത്തിൽ സഭയെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ മറ്റൊരിടത്ത് ക്രിസ്തുവിന്റെ മണവാട്ടി വരിക, കുഞ്ഞാടിന്റെ കാന്തേ. വെളിപ്പാട് 19:7 എന്താ? വെളിപ്പാട് 19:7 കുഞ്ഞാടിന്റെ കല്യാണം വന്നല്ലോ, അവന്റെ കാന്തയും. അവ സഭയെ ചിത്രീകരിച്ചിരിക്കുന്നു, കർത്താവിന്റെ കാന്തയായി ചിത്രീകരിച്ചിരിക്കുന്നു. യോഹന്നാൻ 15-ാം അധ്യായത്തിൽ യേശു പറയുന്നു, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എന്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. ഞാൻ മുന്തിരിവള്ളി, നിങ്ങൾ കൊമ്പുകളുമാകുന്നു. അപ്പൊ അങ്ങനെ വിശദീകരിച്ച്. അതുപോലെ തന്നെ മറ്റൊരു പ്രയോഗമാണ് ചെറിയ ആട്ടിൻകൂട്ടം. എന്താണ് ആട്ടിൻകൂട്ടം? 1 പത്രോസ് 2:25 ആട്ടിൻകൂട്ടം. ഇങ്ങനെ വ്യത്യസ്ത തരത്തിൽ സഭയെ എന്ത് ചെയ്തിട്ടുണ്ട്?
പ്രതിപാദിച്ചിട്ടുണ്ട്. സഭ ഒരു സിനഗോഗിന്റെ തുടർച്ചയല്ല, സഭ ഒരു സംഘടനയല്ല, സഭ ഒരു രാജ്യമല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. സഭ ഏകമാണ്, വിശുദ്ധമാണ്, കാതോലികം, യൂണിവേഴ്സലാണ്, അപ്പോസ്തലികമാണ്. സഭ വിശുദ്ധയാകുന്നു. സഭയും ദൈവരാജ്യവും ഒന്നല്ല, രണ്ടാണ്. ദൈവരാജ്യത്തിനകത്താണ് സഭ. ദൈവരാജ്യത്തിന്റെ വ്യാപനത്തിന് സഹായിക്കുന്നതും സഭയാണ്. എന്താണ് സഭയുടെ ഉദ്ദേശം? അനേകരെ രക്ഷയിലേക്ക് നടത്തുക എന്നുള്ളതാണ്. രക്ഷിക്കപ്പെട്ടവരെ സഭയോട് ചേർക്കുക എന്നുള്ള ദൈവത്തിന്റെ പദ്ധതി. സഭയെന്ന് പറയുമ്പോൾ അതിന് ദൃശ്യമായ ഒരു തലവുമുണ്ട്, അദൃശ്യമായ ഒരു തലവുമുണ്ട്. നമ്മളൊക്കെ ദൃശ്യമായ തലങ്ങളാകുമ്പോൾ നമ്മളൊന്നും കാണാത്ത അദൃശ്യമായ ഒരു സഭയുടെ തലവും നമുക്ക് കാണുവാൻ കഴിയും. ഇതൊക്കെയാണ് പ്രധാനമായും സഭയെക്കുറിച്ച് പറയാനുള്ളത്. സഭയുടെ ശക്തി പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. സഭയുടെ അടിസ്ഥാനം ക്രിസ്തുവാണ്. സഭയുടെ മൂലക്കല്ല് ക്രിസ്തുവാണ്. അപ്പോസ്തലന്മാർ അതിന്റെ വ്യത്യസ്ത കല്ലുകളാണ്. ഇത്തരം കാര്യങ്ങൾ പൊതുവെ തിരിച്ചറിയുക. സഭയ്ക്ക് ദൈവത്തോട് കടപ്പാടുണ്ട്, സഭയ്ക്ക് ലോകത്തോട് കടപ്പാടുണ്ട്. എന്താണ് സഭയുടെ ദൈവത്തോടുള്ള കടപ്പാട്? സഭയ്ക്ക് ദൈവത്തോടുള്ള കടപ്പാട് എന്താണ്? What is the primary duty of the church towards God? ആർക്കെങ്കിലും പറയാം? മുന്നുന്നില്ല, എല്ലാവരും ശ്വാസം പോയോ? എല്ലാരും സഭയാണോ? എന്താ നിങ്ങൾക്ക് സഭയോടുള്ള, സഭയ്ക്ക് ദൈവത്തോടുള്ള കടപ്പാട് എന്തുവാ? ആരാധിക്കണം. നാക്കെടുക്കാൻ ഇത്രയും പാട്. സഭയ്ക്ക് ദൈവത്തോടുള്ള കടപ്പാട്, ദൈവത്തെ ആരാധിക്കണം. 2, സഭയ്ക്ക് വിശ്വാസിയോടുള്ള കടപ്പാട്. എന്തോ സോഫിയ ബിനു എന്താ പറഞ്ഞോ? സഭയ്ക്ക് വിശ്വാസികളുടെ കടപ്പാട് കൂട്ടായ്മയാണ് സാറേ. കൂട്ടായ്മ മാത്രമല്ല, ഫെലോഷിപ്പ് മാത്രമല്ല, ഫെലോഷിപ്പ് ഉണ്ട്, റിലേഷൻഷിപ്പ് ഉണ്ട്, നർച്ചറിങ് ഉണ്ട്, പോഷണം. വിശ്വാസികളുടെ ഭക്ഷണം കൊടുക്കുക, വെള്ളം കൊടുക്കുക, വിശ്വാസികളെ വളർത്തുക. അതാണ് സഭയ്ക്ക് ആരോടുള്ള ഒരുപാട് കടപ്പാട്? വിശ്വാസികളോട്. പ്രസംഗിച്ച് ഉണക്കക്കച്ച് മാത്രം കൊടുത്താൽ വിശ്വാസികൾ വേറെ ന്യൂജൻ ചർച്ചിൽ പോവും. മനസ്സിലായോ? എല്ലാം ധ്യാനിച്ച് പ്രാർത്ഥിച്ച് പ്രാപിച്ച് ജനത്തിന് കൊടുക്കണം. ഫിലിപ്പോസിനോട് യേശു പറഞ്ഞ പോലെ നിങ്ങൾ അവർക്ക് കർത്താവേ മരുഭൂമി എന്തോ ചെയ്യും? യേശു പറഞ്ഞു നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പിൻ. അപ്പൊ സഭയ്ക്ക് വിശ്വാസികൾക്ക് ഭക്ഷണം കൊടുക്കേണ്ട ജോലിയുണ്ട്. അപ്പൊ വിശ്വാസികൾ കടപ്പാട്. സഭയുടെ ലോകത്തോളം കടപ്പാടോ? സുവിശേഷീകരണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പ്രധാനമായിട്ട് മനസ്സിലാക്കണം. സഭയ്ക്ക് ലോകത്തോട് കടപ്പാടുണ്ട്, സഭയ്ക്ക് ദൈവത്തോട് കടപ്പാടുണ്ട്, സഭയ്ക്ക് വിശ്വാസികളോട് കടപ്പാടുണ്ട്. ഓക്കെ, ഞാൻ ആ കാര്യം അങ്ങനെ വിടുന്നു. ഇനി സഭയെ കുറിച്ച് വിസ്തരിക്കുന്നില്ല. നമുക്ക് ലാസ്റ്റിലേക്ക് വരാം. അടുത്ത ഇനി ഏതാണ്? സഭാശാസ്ത്രം കഴിഞ്ഞാൽ എസ്കറ്റോളജി. എന്താണ് എസ്കറ്റോളജി എന്ന് പറഞ്ഞാൽ? കർത്താവിന്റെ രണ്ടാം വരവും അന്ത്യകാല ശാസ്ത്രം. അതുകൂടെ പറഞ്ഞാൽ നമ്മുടെ ഈ ടോപ്പിക്ക് തീരും എന്ന് ഞാൻ വിശ്വസിക്കാം. ഓക്കെ,
എസ്കറ്റോളജി എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. എസ്കാറ്റോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് എസ്കറ്റോളജി എന്ന പദം ഉണ്ടായത്. എസ്കാറ്റോസ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് തിങ് എന്നാണ്. ലാസ്റ്റ് തിങ്, അന്ത്യകാല സംഭവങ്ങൾ. അന്ത്യകാല സംഭവങ്ങൾ എന്ന് പറയുമ്പോൾ ഒരാളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന മരണം ഒരു പ്രധാന വിഷയമാണ്. കാരണം പൗലോസ് പറയുന്നു, അല്ലെങ്കിൽ എബ്രായ ലേഖനം പറയുന്നു, 9-ാം അധ്യായത്തിന്റെ 27 വാക്യം എന്താ പറയുന്നത്? ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധി ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കാൻ ക്രിസ്തു അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങൾക്കായി ഒരിക്കലും അർപ്പിക്കപ്പെട്ടിട്ട് തനിക്കായി കാത്തുനിന്നുള്ള രക്ഷയ്ക്കായി പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും. എല്ലാ മനുഷ്യർക്കും മരണമുണ്ട്. മരണം 3 മരണം പ്രധാനമായിട്ട് നമുക്ക് പുസ്തകത്തിൽ കാണാം. മരണം സത്യത്തിൽ വേദപുസ്തകത്തിൽ 7 മരണങ്ങളുണ്ട്. പക്ഷെ പ്രധാനമായി എത്ര മരണങ്ങൾ നമുക്ക് കാണാം? 3 മരണങ്ങൾ. വേഗം പറ. പ്രധാനമായി 3 മരണങ്ങൾ. വേഗം പറ. ശാരീരിക മരണം, അടുത്തത് ആത്മീയ മരണം, പിന്നെ നിത്യമരണം. ഇങ്ങനെ 3 മരണങ്ങൾ നമുക്ക് വേദപുസ്തകത്തിൽ കാണാം. ശാരീരിക മരണത്തോടുകൂടി ഒരു മനുഷ്യൻ മണ്ണിലേക്ക് ചേരുന്നു. അയാളുടെ ശരീരം, അയാളുടെ ജീവനും പ്രാണനും ആത്മാവും അതാതിന്റെ സ്ഥലങ്ങളിലേക്ക് പോകുന്നു. പഴയ നിയമത്തിൽ 3 സ്ഥലങ്ങളിലേക്കാണ് ആളുകൾ പോയത്. പ്രധാനമായും 3 സ്ഥലങ്ങളാണുള്ളത്. ഒന്ന് അബ്രഹാമിന്റെ മടി, ഇത് മോളത്തെ പാതാളം എന്ന് പറയും. നടുക്കത്തെ പാതാളത്തിന് യാതനാ സ്ഥലം എന്ന് പറയും. 3-ാമത്തെ പാതാളത്തിന് അധമ പാതാളം എന്നും വെളിപ്പാട് പുസ്തകത്തിന്റെ ഭാഷയിൽ അബീസ്, അഗാധ കൂപം എന്നും പറയും. പഴയ നിയമ വിശുദ്ധന്മാർ അവർ അബ്രഹാമിന്റെ മടിയിലേക്ക് പോകും. മരിച്ചുപോയ ദുഷ്ടന്മാർ യാതനാ സ്ഥലത്തേക്ക് പോകും. ഒരു കൂട്ടം ദൂതന്മാരെ അന്ത്യന്യായവിധിക്കായി ചങ്ങലയിട്ട് ബന്ധിച്ചിരിക്കുന്നു എന്ന് നമുക്ക് വേദപുസ്തകം വായിക്കുമ്പോൾ മനസ്സിലാകുന്നു. അപ്പൊ മരിക്കുന്ന ഒരു മനുഷ്യൻ പഴയ നിയമകാലത്ത് പോകാൻ 2 സ്ഥലങ്ങളേ ഉള്ളൂ. ഏതൊക്കെയാണ്? പാതാളം, അബ്രഹാമിന്റെ മടിയും യാതനാസ്ഥലവും. പുതിയ നിയമത്തിൽ ഒരാൾ യേശുവിന്റെ അടുക്കിലേക്ക് പോകുന്നു എന്ന് വെച്ച് ക്രിസ്തുവിൽ മറയുന്നു എന്ന് പറയുന്നതാണ് ശരിയായ ദിശ. ഓക്കെ, മരണം മുതൽ പുനരുത്ഥാനം വരെയുള്ള കാലം നാം ക്രിസ്തുവിൽ മറയുന്നു എന്ന് പറയുന്നതായിരിക്കും പുതിയ നിയമത്തിൽ ഏറ്റവും ശരി. ഓക്കെ, അങ്ങനെ മരിച്ചു പോകുന്ന വിശുദ്ധന്മാർ ക്രിസ്തുവിൽ മറയുന്നു. ക്രിസ്തുവിൽ മരിക്കുന്നവർ ക്രിസ്തുവിൽ മറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് പൗലോസ് പറഞ്ഞ് വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിപ്പാൻ ഞാൻ ഇച്ഛിക്കുന്നു. അത് അത്യുത്തമമല്ലോ. അത് കഴിഞ്ഞാൽ മരിച്ച വിശുദ്ധന്മാർ എന്ത് ചെയ്യും? ഉയർത്തെഴുന്നേൽക്കും. 1 തെസ്സലോനി 4:16 പറ. കർത്താവ് താൻ ശബ്ദത്തോടും ദൈവത്തിന്റെ കാവളത്തോടും സ്വർഗ്ഗത്തിൽ ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ ജീവൻ ശേഷിക്കുന്ന മേഘങ്ങളിൽ ഇരിക്കപ്പെടും. മരിച്ചവർ ഉയർക്കും. അതിന് യുക്തിയുണ്ടോ? 1 കൊരിന്ത്യർ 15-ാം അധ്യായം കൃത്യമായി പറയുന്നു, മരിച്ചവർ ഉയർക്കും. വിശുദ്ധന്മാരുടെ പുനരുത്ഥാന ശരീരം അവർ രൂപാന്തരപ്പെട്ട ശരീരത്തിന് ഉടമകളാകും. ജീവിച്ചിരിക്കുന്ന രൂപാന്തരം പ്രാപിക്കും. പുനരുത്ഥാനത്തിന്റെ ക്രമം: ആദ്യഫലം ക്രിസ്തു. ആദ്യം ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. 2-ാമത് സഭയുടെ ഉൽപ്രാവണം. 3-ാമത് മഹോദ്രവത്തിന്റെ ആദ്യ ഭാഗത്ത് കൊല്ലപ്പെടുന്ന വിശുദ്ധന്മാരുടെ ഉയർപ്പ്. 4-ാമത് 2 സാക്ഷികളുടെ ഉയർപ്പ്. മഹോദ്രകാലത്ത് പ്രസംഗിക്കുന്ന 2 സാക്ഷികൾ. പിന്നെ സിയോൻ മലയിൽ നിൽക്കുന്ന 144,000. ഏറ്റവും ഒടുവിൽ 2-ാമത്തെ പുനരുത്ഥാനം, അഥവാ അതിനു മുമ്പ് യേശുക്രിസ്തു 1000 ആണ്ട് വാഴ്ചയ്ക്ക് തൊട്ടു മുമ്പ് ഭൂമിയിലേക്ക് വരുമ്പോ വിശുദ്ധന്മാർ ഉയർത്തി നിൽക്കുന്ന ഒരു നിലപാടുണ്ട്. കാരണം മഹോദരകാലത്തിൽ കൊല്ലപ്പെടുന്ന വിശുദ്ധന്മാർക്ക് 1000 ആണ്ട് വാഴ്ചയിൽ അവസരമുണ്ടാകും. അത് കഴിഞ്ഞിട്ട് അവസാനത്തത് വെള്ളസിംഹാസന ന്യായവിധിയാണ്. മരിച്ചുപോയ ദുഷ്ടന്മാരും നീതികെട്ടവരും ഒരുപോലെ ഉയർത്തെഴുന്നേറ്റ് വെള്ളസിംഹാസനത്തിന് മുൻപിൽ വരും.
അങ്ങനെ അത് അവസാനത്തെ പുനരുത്ഥാനം. ഇങ്ങനെ പുനരുത്ഥാനങ്ങളെ നമ്മൾ വിവച്ഛേദിച്ച് പഠിക്കേണ്ടതുണ്ട്. സോ ദിസ് ഈസ് ആൾ അബൌട്ട് തിയോളജി. ഓക്കെ, ഞാൻ കാര്യങ്ങൾ ഇങ്ങനെ നിർത്തുകയാണ്. ഇനി വെളിപ്പാട് പുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ കുറച്ച് കാര്യങ്ങൾ പറയാം, പക്ഷെ ഇതെല്ലാം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക. ദാറ്റ്സ് ആൾ. എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടോ? ഞാൻ നിങ്ങൾക്ക് പറയാതിരുന്ന 2 കാര്യങ്ങളുണ്ട്. ഭൂതശാസ്ത്രവും ദൂതശാസ്ത്രവും. ഇത് രണ്ടും പഠിപ്പിക്കുന്നതാണ്. സാധാരണ ബൈബിൾ കോളേജിൽ പഠിപ്പിക്കാറില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലെന്നുള്ളതേ ഉള്ളൂ. ദൈവത്തിന് ഒരു കൂട്ടം ദൂതന്മാരുണ്ട്. ദൈവത്തിന് 4 സെറ്റ് ഓഫ് ഏഞ്ചൽസ് ഉണ്ട്. ഒന്ന് കെറൂബുകൾ, മറ്റൊന്ന് സാറാഫുകൾ, മറ്റൊന്ന് ദൈവപുത്രന്മാർ, മറ്റൊന്ന് പ്രഭാത നക്ഷത്രങ്ങൾ. അതിലൊരു കൂട്ടം ദൂതന്മാർ ദൈവത്തോട് പാപം ചെയ്ത് മത്സരിച്ചു വീണുപോയി. ലൂസിഫറും കൂട്ടരും അവരാണ് പിശാചുക്കളായി തീർന്നത്. ലൂസിഫർ എന്ന് പറയുന്ന അവർ സ്ഥലവനായിരുന്നു. അവൻ സാത്താനായി. അവന്റെ കൂടെ വീണുപോയ ദൂതന്മാരെ, ഫോളൻ ഏഞ്ചൽസിനെ ഭൂതാത്മാക്കൾ എന്ന് വിളിക്കുന്നു. അവരെ അശുദ്ധ ഭൂതമെന്നും ഭൂതാത്മാക്കളെന്നും ഒക്കെ അവരെ വിളിക്കാറുണ്ട്. ഇതാണ് ഭൂതശാസ്ത്രം. ഇത്രയൊക്കെ നട്സിൽ പറയാറുണ്ട്. ദൂതന്മാർ മനുഷ്യരുടെ സംരക്ഷകരാണ്. അവർക്ക് ആലോചന പറയും, അവരെ നയിക്കുന്നവരാണ്. എന്നാൽ ദുഷ്ടാത്മാക്കളും ഭൂതശാസ്ത്രവും പറയുന്നത് പിശാച് മനുഷ്യന്റെയും ദൈവത്തിന്റെയും ശത്രുവാണ്. അവന്റെ ഭൂതാത്മാക്കളെ കൊണ്ട് അവൻ നമ്മളെ തകർക്കുവാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ആളുകളെ ക്രൂശിന്റെ വചനം കേൾക്കുവാനോ അനുസരിക്കാനോ സമ്മതിക്കാതെ മനുഷ്യനെ വഴിതെറ്റിക്കുന്ന ജോലി പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഉള്ള ജോലിയാണ്. എന്നാൽ അന്ത്യന്യായവിധിയിൽ ദൈവപുത്രൻ ഈ പിശാചിനെ അവന്റെ ദൂതന്മാരെയും ന്യായം വിധിച്ച് എവിടെ തള്ളും? നരകത്തിൽ തള്ളും. അതിനുശേഷം മരിച്ചുപോയ ദുഷ്ടന്മാർ ആബാലവൃത്തം ഉയർത്തെഴുന്നേറ്റ് വരുമ്പോൾ അവരെ ന്യായം വിധിച്ച് നരകത്തിൽ തള്ളും. ഇതിനാണ് 2ാമത്തെ മരണം എന്ന് പറയുന്നത്. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? ദൈവശാസ്ത്രത്തിന് ഇന്നത്തെ ചില വ്യത്യസ്ത തലങ്ങളിലുള്ള ദൈവശാസ്ത്ര രീതികളുണ്ട്. കാരണം ദൈവശാസ്ത്രം എന്ന് പറയുന്നത് ദൈവത്തെക്കുറിച്ചുള്ളൊരു പഠനം എന്ന് പറയുമ്പോൾ തന്നെ അത് മനുഷ്യനുമായി ബന്ധപ്പെട്ടതാണ്. അങ്ങനെ മനുഷ്യന്റെ കഷ്ടതകളിലും യാതനകളിലും അവനോട് പക്ഷം ചേരുന്നവൻ എന്ന അർത്ഥത്തിൽ ഇന്ന് ഉയർന്നു വന്നിട്ടുള്ള പല ദൈവശാസ്ത്ര ശാഖകളുമുണ്ട്. ഒന്നുകൂടെ പറഞ്ഞാൽ, പാവപ്പെട്ടവരോട് പക്ഷം ചേരുന്ന ദൈവം, അധസ്ഥിതനോടും വേദന അനുഭവിക്കുന്നതിനോടും ദുഃഖിക്കുന്നതിനോടും ദരിദ്രനോടും ഒറ്റപ്പെടുത്തപ്പെട്ടവരോടും പക്ഷം ചേരുന്ന ഒരു ദൈവം എന്ന നിലയിൽ ദൈവശാസ്ത്ര ചിന്തകൾ രൂപപ്പെട്ടിട്ടുണ്ട്. എൻ്റെ കഷ്ടതയിൽ എന്നോട് സഹിഷ്ണുത കാണിച്ച് എന്നോട് പക്ഷം ചേരുന്നവൻ എന്ന നിലയിൽ ഉയർന്നു വന്ന ദൈവശാസ്ത്രങ്ങളിൽ ചിലതാണ് ദളിത് തിയോളജി അഥവാ ദളിത് ദൈവശാസ്ത്രം, ട്രൈബൽ തിയോളജി, ഗോത്ര ദൈവശാസ്ത്രം, അതുപോലെ തന്നെ ലിബറേഷൻ തിയോളജി, വിമോചന ദൈവശാസ്ത്രം. ഇങ്ങനെ വ്യത്യസ്ത തരത്തിൽ ബ്ലാക്ക് തിയോളജി, കറുത്തവരുടെ ദൈവശാസ്ത്രം എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടി അവരുടെ കഷ്ടതയിലും യാതനയിലും അവരോടൊന്നിച്ച് ചേർന്ന് അവരുടെ വേദനയിൽ അവരുടെ കൂടെ ഇരുന്ന് അവരെ സ്വതന്ത്രരാക്കുവാൻ അവർക്ക് വേണ്ടി പക്ഷം ചേരുന്ന ഒരു യേശു, ഒരു ദൈവം. ആ അർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദൈവശാസ്ത്ര ചിന്താഗതികളും ഇന്ന് ഭൂമിയിൽ ഉണ്ടായി വന്നിട്ടുണ്ട്. ഓക്കെ, ഫൈൻ. ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ വേഗം ചോദിക്കാം, നിങ്ങൾ അവസാനിപ്പിക്കാം. ഓൾമോസ്റ്റ് എന്റെ തൊണ്ട പോയി. ഇനി ക്വസ്റ്റ്യൻ. നമ്മുടെ ഈ കോഴ്സ് സിസ്റ്റമാറ്റിക് തിയോളജി ഇന്നത്തെ ഇടം കൊണ്ട് തീരുകയാണ്. ഇനി അടുത്ത സെമസ്റ്ററിൽ വേറെ ഏതെങ്കിലും കോഴ്സ് എന്നോട് എടുക്കാൻ പറഞ്ഞാൽ ഞാൻ എടുക്കുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യം ചോദിക്കണേ ചോദിക്കാം. എന്ത് ചോദ്യം ചോദിക്കാം വേദപുസ്തക സംബന്ധമായി. യു ഹാവ് 10 minutes, 13 minutes. Quick, fast. നിങ്ങളുടെ സംശയങ്ങൾ. ഒന്നേ നിങ്ങൾക്ക് എല്ലാം മനസ്സിലായി, അല്ലെങ്കിൽ ഒന്നുമേ മനസ്സിലായില്ല. സംശയമൊന്നുമില്ല, പഠിപ്പിച്ചതൊക്കെ സംശയമൊന്നുമില്ല. സംശയമല്ല, ഉണ്ട്, ചോദിക്കാൻ അറിയത്തില്ല, എന്നാലും പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ
ഒരു വിധത്തിൽ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്, എഴുതി വെച്ചിട്ടുണ്ട്. ഈ റെക്കോർഡ് ചെയ്യുന്ന നിങ്ങളുടെ കേൾക്കണം. ആ ക്ലൗഡ് അയച്ചു തരാൻ പറയണം, ക്ലൗഡ് റെക്കോർഡിങ്. അത് കേൾക്കുമ്പോൾ കുറച്ച് കാര്യം ഞാൻ വേഗം പറഞ്ഞു പോയില്ല, ചിലയൊക്കെ മനസ്സിലാവും. ഇത്രയൊക്കെ മതി, ഒരു ജനറൽ ഔട്ട്ലൈൻ മതി. അതുകൊണ്ടാണ് ഇങ്ങനെ പഠിപ്പിച്ച്. കാരണം ക്രിസ്തുശാസ്ത്രവും യേശുക്രിസ്തുവിന്റെ ലൈഫ് ആൻഡ് മിനിസ്ട്രി ഓഫ് ജീസസ് നിങ്ങളെ പഠിപ്പിക്കും. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് നിങ്ങളെ പഠിപ്പിക്കും. അത്തരത്തിൽ ദൈവശാസ്ത്രം പ്രത്യേകമായി പഠിപ്പിക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതൊരു ഇൻട്രഡക്ഷൻ എന്ന നിലയിലായി ഇത് ഇത്രയും ഞാൻ പറഞ്ഞത്, എല്ലാം കൂടെ ഒന്നിച്ചു. പറഞ്ഞോ, എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇല്ല. ഓക്കെ, ഫൈൻ. പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ തിരുമേനി സ്തുതിക്കുന്നു. രാത്രി വേളയ്ക്കായി സ്തോത്രം. ഞങ്ങൾക്ക് നന്നായി അവസരത്തിന് നന്ദി പറയുന്നു. എല്ലാ കുഞ്ഞുങ്ങളെ